വഹാബികൾ റസൂലില്ലാത്തവരാണ്, അള്ളാന്റെ ദീനില്ലാത്തവരാണ്, ദീനിനെ വെട്ടിച്ചുരുക്കിയവരാണ്. ഉസ്താദ് പറഞ്ഞതേ ഞാൻ കേൾക്കുകയുള്ളൂ, നാട്ടു നടപ്പനുസരിച്ചേ ഞാൻ മുന്നോട്ട് പോവുകയുള്ളൂ, പാപ്പപ്പമാരായി തുടർന്നു പോന്ന അബദ്ധങ്ങളിലേ ഞാൻ ഉറച്ചു നിൽക്കുകയുള്ളൂ. എനിക്ക് ഖുർആനിന്റെ ഉപദേശം വേണ്ട, സുന്നത്തിന്റെ ഉപദേശം വേണ്ട, സ്വഹാബത്തിന്റെ ജീവിതപാത എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്ന സഹോദരാ, എന്താകും മരണസമയത്ത് നിന്റെ അവസ്ഥ? ആലോചിക്കണം, നന്നായി ചിന്തിക്കണം. ഈ സമയം ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അതുകൊണ്ട് തന്നെ റബ്ബ് പറയുന്നു, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. വേണ്ടടോ, നിനക്ക് ആവശ്യത്തിലേറെ സമയം തന്നിട്ടും നീ വീണ്ടും ഡിസോർഡർ ആയവനാണ്, നിനക്ക് സമയമില്ല. അല്ലാഹു തആല മറ്റൊരായത്തിൽ പറയുന്നു, വലയുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. ഒരു സെക്കൻഡ് പോലും അവധിയെത്തിയാ പിന്തിപ്പിക്കുകയില്ല, മുന്തിപ്പിക്കുകയുമില്ല, പിടിക്കപ്പെടും. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചു, സഹോദരാ, വേദനാജനകമായ അനുഭവമാണ്. മൂർച്ചയുള്ള ഇരുമ്പിന്റെ കൊളുത്ത്, ആ കൊളുത്ത് നനഞ്ഞു കുതിർന്ന ഒരു പരുത്തി കട്ടക്കുള്ളിൽ നിന്ന് വലിച്ചൂരുന്ന പോലെയാണത്രേ അവിശ്വാസിയായ ഒരു മനുഷ്യന്റെ റൂഹിനെ പുറത്തു കൊണ്ടുവരുന്നത്. സഹോദരിമാരെ, ആലോചിക്കണം കേട്ടോ, നന്നായി ചിന്തിക്കണം കേട്ടോ. ഭർത്താവും മക്കളും ഇഷ്ടം പോലെ പണം അയച്ചു തരുന്നു. ആ പണം എന്തൊക്കെയാ കാട്ടിക്കൂട്ടേണ്ടത് അറിയാതെ നീയും നിന്റെ മക്കളും ഈ രൂപത്തിൽ ടെക്സ്റ്റൈൽസുകളിലും ഫാൻസി കടകളിലും ജ്വല്ലറികളിലും തെണ്ടിത്തിരിയുന്നു. എന്നിട്ട് എന്തൊക്കെ ഹറാമുകളാണ് നീ കാണുന്നത്, എന്തൊക്കെ ഹറാമായ പ്രവർത്തനങ്ങളാണ് ആരും അറിയാതെ നീ ചെയ്യുന്നത്. മരിക്കുന്ന സമയത്ത് എന്താകും നിന്റെ അവസ്ഥ? മൂർച്ചയുള്ള ഇരുമ്പിന്റെ കൊളുത്ത് അത് നനഞ്ഞു കുതിർന്ന പരുത്തിക്കൂടിൽ നിന്ന് വലിച്ചൂരുന്ന പോലെ അസഹ്യമായ വേദന അനുഭവിക്കുകയാണ്. ദ്വാരങ്ങളിലൂടെ വിയർപ്പുകൾ പുറത്തു വരുന്നു, ദുർഗന്ധം പുറത്തു വരുന്നു, വിസർജന വസ്തു പുറത്തു വരുന്നു, കണ്ണുകൾ മേൽപോട്ടുയരുന്നു, നാവുകൾ അമർത്തിക്കടിക്കുന്നു. കണങ്കാലുമായി പിരിഞ്ഞു മുറുകുകയാണ്, ശരീരമതാ തണുക്കുകയാണ്, കാൽമടമ്പുകൾ മഞ്ഞക്കളറാവുകയാണ്, ബ്ലഡ് സർക്കുലേഷൻ അതാ കുറയുകയാണ്, ശ്വാസം വലിച്ചിട്ട് രണ്ടാമത് വിടാൻ സമയം അതിക്രമിക്കുകയാണ്, രണ്ടാമത് വിട്ട ശ്വാസം വീണ്ടും കിട്ടാൻ വിഷമിക്കുകയാണ്. കാരണം എന്താണ്? നിന്റെ റൂഹിനെ പിടിക്കുകയാണ് മലക്കുകൾ. ഈ സമയത്ത് കുമ്പസരിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖുർആൻ നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ വിഷയത്തിലേക്ക് വേണ്ടി രണ്ടാമത് ഞാൻ ചൊല്ലിവെച്ചത് അത് ഈ സമയത്താണ് ഞാൻ ഇതാ ഇവിടെ വിശദീകരിക്കുന്നത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഇത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം. അല്ലാഹനെ നിങ്ങൾ സൂക്ഷിക്കണം. എങ്ങനെയാ സൂക്ഷിക്കേണ്ടത്? എങ്ങനെയാ നീ സൂക്ഷിക്കേണ്ടത്? റമദാൻ വരുമ്പോൾ മാത്രമല്ല, ഹജ്ജിന് പോകുമ്പോ പരിശുദ്ധ കഅബാലയത്തിന്റെ മുറ്റത്ത് വെച്ച് മാത്രമല്ല, മറിച്ച് യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ, എവിടെ വെച്ചോ ഏത് സന്ദർഭത്തിലും എന്റെ കണ്ണുകളുടെ കട്ടുനോട്ടം അറിയുന്ന, എന്റെ ചലനങ്ങൾ കൃത്യമായി അറിയുന്ന, ഓരോ പ്രവർത്തനങ്ങളും ഒപ്പിയെടുക്കുന്ന പടച്ചുതമ്പുരാനെ നീ കണക്കാക്കേണ്ട രൂപത്തിൽ കണക്കാക്കിക്കോ. ഏതൊക്കെ രൂപത്തിലാണ് അള്ളാഹു അവനെ കുറിച്ച് പഠിപ്പിച്ചത്, റസൂലുള്ള പഠിപ്പിച്ചത് എങ്കിൽ അപ്രകാരം അല്ലാഹു നീ സൂക്ഷിക്കേണ്ടതാണ്. എന്നിട്ട് അല്ലാഹു തആല ചോദിക്കുകയാണ്, വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്, നാളേക്ക് വേണ്ടി എന്താണ് നീ ഒരുക്കി വെച്ചതെന്ന് ഒരു ചിന്ത നീ ചിന്തിച്ചോ. ഒരു പിന്തിരിഞ്ഞു നോട്ടം നീ നോക്കിക്കോ. എന്തുണ്ട് നീ ഈ സമയത്ത് മരണപ്പെട്ടാൽ മലക്കുൽ മൗത്ത് നിന്റെ മുന്നിൽ വന്ന് റൂഹിനെ ചോദിച്ചാൽ ധൈര്യസമേതം എടുത്തോളൂ എന്ന് പറയാൻ വല്യുമ്മമാരെ, എന്റെ പെങ്ങന്മാരെ, എന്റെ സഹോദരിമാരെ, എന്റെ വിദ്യാർത്ഥിനികളെ, എന്റെ മുന്നിലിരിക്കുന്ന യുവാക്കളെ, രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, എന്തുണ്ട് നമ്മുടെ കയ്യിലെന്ന ചോദ്യം അല്ലാഹു തആല ചോദിക്കുമ്പോൾ ശൂന്യമായ കൈകൾ നിവർത്തിപ്പിടിച്ച് ഒന്നുമില്ല നാഥ എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ റബ്ബ് അവിടെ സ്വീകരിക്കുകയില്ല. ഇവിടെ അവനെ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒക്കെ അനുഗ്രഹങ്ങൾ പെയ്തിറങ്ങുകയാണ്.
എന്നാൽ പരലോകത്ത് പടച്ചു തമ്പുരാൻ അവനെ വഴിപ്പെട്ടവർക്ക് മാത്രം, അനുസരിച്ചവർക്ക് മാത്രം, അവന്റെ റൂട്ടിൽ സഞ്ചരിച്ചവർക്ക് മാത്രം പരിഗണന, അവർക്ക് മാത്രം കൃത്യമായ പ്രശംസ, അവർക്ക് മാത്രം വിജയകരമായ രംഗങ്ങൾ. അല്ലാത്തവരുടെ അവസ്ഥ ഭയാനകരമാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി നീ മനസ്സിലാക്കണമെന്ന്, നീ ഭൗതികത്തിൽ ആണ്ട് പൂണ്ടൊരു മോഹിയോ നരകത്തെ സൃഷ്ടിച്ചെന്ന ബോധ്യവും ഇല്ലയോ. ഈ ദുനിയാവിന്റെ സുഖങ്ങളിൽ നീ ആണ്ടുപൂണ്ടുപോയാൽ നീ ഓർക്കണേ, വന്നാറു ഹഖുൻ വൽ ജന്നത്തു ഹഖുൻ, സ്വർഗം ഒരു സത്യമാണ്, നരകം ഒരു സത്യമാണ്. കരയുന്നതാണ് നരകമിൽ ദുർമാർഗികൾ, ഒഴുകുന്നതാണ് തോട് പോൽ കണ്ണീരുകൾ. അതികഠിനമായൊരു ദാഹമാണവർക്കുള്ളത്, പതക്കുന്ന ചീഞ്ചലമാണത് ലഭിക്കുന്നത്. ചൂടേറ്റ് മുഖമെല്ലാം ഉടൻ കരിയുന്നതാ, ഉള്ളിൽ കിടന്ന കുടലുകൾ നുറുങ്ങുന്നതാ. ഇതിൽ ചെന്ന് ചാവീഴാതാകണേ റഹ്മാനേ, അതിനായി ദുആ ചെയ്യുന്നു യാദയ്യാനേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരങ്ങളെ, എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് നാവിലൂടെ പുറത്തു വരേണ്ട ദുആ എന്താണ്? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക് ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار اللهم إني أسألك الجنة وأعوذ بك من النار. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദുആകൾ ഇതാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാന്മാരായ സ്വഹാബത്ത് ഈ ചോദ്യത്തിന് റബ്ബിന്റെ മുമ്പ് ഒരുപാട് ത്യാഗത്തിന്റെ അനുഭവങ്ങൾ, ത്യാഗം നിറഞ്ഞ കഥകൾ അവരുടെ രക്തത്തിന് പറയാനുണ്ട്, അവരുടെ മജ്ജക്കും മാംസത്തിനും പറയാനുണ്ട്, അവർ ചെലവഴിച്ച സമ്പത്തുകൾക്ക് പറയാനുണ്ട്, അവർക്ക് ഒരുപാട് റബ്ബിന്റെ മുമ്പിൽ പറയാനുണ്ട് അല്ലേ? കാരണം എന്താണ്? അവർ അള്ളാഹുവിന്റെ റസൂലിന് ദീന് വാങ്ങി ഖുർആനിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവാചകനെ കൃത്യമായി പിൻപറ്റി അതിനു വേണ്ടി മത്സരിച്ചവരാണ്. വഫീ ദാലിക ഫല്യതനാഫസുൽ മുതനാഫിസൂൻ. മത്സരിക്കുന്നവരെ, നിങ്ങൾ മത്സരിക്കേണ്ടത് വലിയ വീട് വെച്ച് പൊങ്ങച്ചൊന്നടിക്കാനല്ല, രാഷ്ട്രീയത്തിൽ കയറിയിട്ട് കുതികാൽ വെട്ടാനല്ല, ആരോഗ്യം ഇവിടെ ഭൂമിയിൽ പരിശോധിക്കാനല്ല, മറിച്ച് മത്സരിക്കേണ്ടത് ഒരു കണ്ണും കാണാത്ത, ഒരു കാതും കേൾക്കാത്ത, ഒരു ഹൃദയത്തിനും ചിന്തിച്ച് രൂപപ്പെടുത്താൻ കഴിയാത്ത അത്രയും നല്ല സ്വർഗത്തിന് വേണ്ടിയാണ്. ഈ ഉപദേശ നിർദ്ദേശങ്ങൾ എത്ര കൃത്യമായിട്ടാ സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാന്മാരായ സ്വഹാബത്ത്, അവരുടെ ഭാര്യമാര്, അവരുടെ മക്കള് കേട്ടത്. എന്നാ നമുക്കത് വേണ്ട, നമ്മുടെ മക്കൾക്കത് വേണ്ട, നമ്മുടെ ഭാര്യക്കത് വേണ്ട, നമ്മുടെ സമുദായത്തിന് വേണ്ട അല്ലേ? എന്താ കാരണം? നമ്മൾ ഖുർആനും സുന്നത്തും വേണ്ട രൂപത്തിൽ മനസ്സിലാക്കിയിട്ടല്ല മുസ്ലിമുകളായത്. നമ്മൾ മുസ്ലിങ്ങളായത് എങ്ങനെ? നമ്മളെ വാപ്പ, നമ്മളെ വല്യമ്മ അവര് മുസ്ലിങ്ങളായതുകൊണ്ട്. എങ്ങനെ കറുത്തോനായത്, എങ്ങനെ വെളുത്തോനായത്, എങ്ങനെ കേരളക്കാരനായത്, എങ്ങനെ കണ്ണൂർ ജില്ലക്കാരനായത്, വല്ല ഐഡിയ ഉണ്ട് നമുക്ക്? ഇല്ല. എന്ന പോലെയാണ് നമ്മൾ അല്ലേ? നമ്മളൊരു ഹൈന്ദവ കുടുംബത്തിലോ ക്രൈസ്തവ കുടുംബത്തിലോ ഒരു നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിലോ സഹോദര ജനിച്ചു വീഴുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഇതുപോലെ കിട്ടുമോ? ഇല്ല. പക്ഷേ പടച്ചതമ്പുരാന്റെ മഹത്തായ അനുഗ്രഹമാണ് സവിശേഷ ബുദ്ധി. ആ ബുദ്ധി കൊടുത്തവർ കൃത്യമായി ഓരോന്നും പഠിച്ച് അത് തുലനം ചെയ്തു നോക്കി അങ്ങനെ ഈ മഹത്തായ ഇസ്ലാമിന്റെ രാജപാത ഉൾക്കൊണ്ടിട്ടുണ്ട്. അവരൊക്കെ ഖുർആൻ ഓതുന്നത് കേട്ടാൽ ഇന്ന് പോലും ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്റെ ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. ഈ മഹത്തായ ആദർശം സ്വീകരിക്കുകയും അത് കൃത്യമായി പഠിക്കുകയും അത് അറിഞ്ഞിട്ടില്ലാത്തവർക്ക് അറിയിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ ആരാ? ഈ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വന്നവർ. ഈ ആദർശം മനസ്സിലാക്കാതെ പിന്നീട് ത്യാഗം സഹിച്ച് ഓരോന്നും വേർതിരിച്ച് പഠിച്ച് വിമർശന ബുദ്ധിയോടുകൂടി തന്നെ പഠിച്ച് അവസാനം ഇതിനെ നെഞ്ചോട് ചേർത്തവരാണ്. നമ്മള് പാരമ്പര്യവാദികളായി.
ഇസ്തിരിയിട്ട ജീവിതം നയിച്ച് ത്യാഗം സഹിക്കാൻ തയ്യാറില്ലാതെ അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് നവയാഥാസ്ഥികരെ കുറിച്ച്, അന്ധവിശ്വാസികളെ കുറിച്ച്, മാലമൂലത്തിന്റെ വിശ്വാസക്കാരെ കുറിച്ച് പറഞ്ഞ പോലെ നാം ആകരുത് എന്നാണ് എന്നോടെന്ന പോലെ നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്യാഗത്തിന്റെ കഥകളാണ്, അല്ലേ? മഹാന്മാരായ സ്വഹാബത്ത് അങ്ങനെയാണ്. സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പേർഷ്യക്കാരനാണ്, രാജകുമാരനാണ്, ചുവന്ന സൽമാനാണ്. ആ സൽമാൻ ഫാരിസ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് അതിന് വേണ്ടി തന്റെ സമ്പത്തും തന്റെ ആരോഗ്യവും തന്റെ ഇൽമും അഥവാ നേടിയെടുത്ത അറിവും അതിനു വേണ്ടി നന്നായി പ്രയത്നിക്കുകയാണ്. അങ്ങനെ ഇഹലോകത്തു നിന്ന് ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് യാത്ര പോയി സഹോദര. അതുപോലെ തന്നെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മഹാനായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു സുഖലോൽപതയുടെ മടിത്തട്ടിൽ ജനിച്ചു വളർന്നവനല്ലേ, സുഖലോൽപനായ ജീവിതം നയിച്ചവനല്ലേ. മഹാനായ ആ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണാം, മക്കയിലെ സ്ത്രീകളുടെ ലഹരിയായിരുന്നു മിസ്അബ്. എന്താണെന്നറിയുമോ? മിസ്അബ് റളിയല്ലാഹു അൻഹു രാവിലെ അണിഞ്ഞ വസ്ത്രമുണ്ടല്ലോ, അത് ഉച്ചയാകുമ്പോഴേക്കും മാറ്റാതിരുന്നിട്ടില്ല. ഉച്ചക്കണിഞ്ഞ വസ്ത്രമുണ്ടല്ലോ, അത് വൈകുന്നേരമാകുമ്പോഴേക്കും മാറ്റാതിരുന്നിട്ടില്ല. ഒരു ദിവസത്തിൽ തന്നെ ഒരേ സമയം 3 വസ്ത്രം മാറ്റിയിരുന്ന സുഗന്ധത്തിന്റെ പരിമളം ആസ്വദിച്ചുകൊണ്ട് സമ്പത്തിന്റെ മടിത്തട്ടിൽ ജീവിച്ച മിസ്അബ് ഈ മഹത്തായ ആദർശം അങ്ങോട്ട് സ്വീകരിച്ചു. ഏതാണത്? മൗലികമായ ആദർശം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സത്യം ഏതാണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റൊരിലാഹില്ല. കല്ല്, മുള്ളി, മുരളി, മൂർഖൻ, പാമ്പ്, ആൽത്തറകൾ, മണ്ഡപങ്ങൾ, ശ്രീകോവിലുകൾ, കെട്ടിപ്പൊക്കിയ മഖബറകൾ, ജാറങ്ങൾ, അതുപോലെ തന്നെ പുണ്യദൈവങ്ങൾ, മനുഷ്യദൈവങ്ങൾ, ബാബമാര്, ബീബിമാര്, തങ്ങന്മാര്, ഹോജാക്കന്മാര്, ഉറുക്ക്, ഏലസ്, ഐക്കല്ല്, മന്ത്രിച്ചൂരിയ ചരട്, അതുപോലെ തന്നെ കെട്ടിത്തൂപ്പിയ കുപ്പികള്, അതുപോലെ തന്നെ സിഹറിന്റെ പ്രവർത്തനങ്ങളാകുന്ന ക്രിയവിക്രികളാകുന്ന ദുർമന്ത്രവാദങ്ങള്, ഈ എല്ലാ ശിർക്കിൽ നിന്നും ഞാൻ പൂർണ്ണമായും മുക്തമാണ്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അവന്റെ അടിമക്ക് അല്ല പോലെ. ഹസ്ബി അല്ലാഹ്, എനിക്ക് എന്റെ അല്ല മതി. വനിഅമൽ വകീൽ, എന്റെ കാര്യങ്ങൾ പരമേൽപ്പിക്കാൻ ആ റബ്ബ് എത്ര നല്ല വക്കീലാണ്. ഒരിക്കലും മരിക്കാത്തവനിൽ ബലമേൽപ്പിക്കണമെന്ന് ഖുർആൻ പറഞ്ഞു. ഒരിക്കലും മരിക്കാത്തവനിൽ ബലമേൽപ്പിക്കണമെന്ന് പറഞ്ഞു. ആ വിശ്വാസം സ്വീകരിച്ചു, ആ കർമ്മപദങ്ങളിലൂടെ അവർ ജീവിച്ചു. അങ്ങനെ സൽമാൻ റളിയല്ലാഹു അൻഹു, മിസ്അബ് റളിയല്ലാഹു അൻഹു, ബിലാൽ റളിയല്ലാഹു അൻഹു, ഖബ്ബാബ് ബിൻ ഖറത്ത് റളിയല്ലാഹു അൻഹു, സുമയ്യ ബിബി റളിയല്ലാഹു അൻഹാ, ആയിഷ റളിയല്ലാഹു അൻഹാ, ഖദീജത്തുൽ കുബ്രാ റളിയല്ലാഹു അൻഹാ, ഉമ്മു സലമത്ത് റളിയല്ലാഹു അൻഹാ, അബൂ സുഫിയാന്റെ മകളായ ഉമ്മു ഹബീബ എന്ന റംല റളിയല്ലാഹു അൻഹാ, എത്ര ത്യാഗങ്ങളാണ് സഹിച്ചത്, എത്ര വേദനകളാണ് അവർ ഏറ്റുവാങ്ങിയത്, എന്തൊക്കെ പരീക്ഷണങ്ങളാണ് അവർ സ്വീകരിച്ചത്. എന്താണ് അവരുടെ ലക്ഷ്യം? സ്വർഗമാണ്. അതുകൊണ്ട് ത്യാഗത്തിന്റെ ഒരുപാട് കഥനകഥകള് റബ്ബിന്റെ മുമ്പിൽ അവർക്ക് സമർപ്പിക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ അവസ്ഥ എന്താ? നമ്മളെങ്ങനെ മുസ്ലിങ്ങളായത്? അത് പണ്ടൊരു നാട്ടില് ഈ അൾമറല്ലാത്ത കിണറ്റിലൊരു കുട്ടി വീണു. അൾമറ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കിണർ കുഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിന്റെ മുകളിൽ കെട്ടുന്ന ആ ചുറ്റുമതിൽ, അത് കെട്ടാത്ത ഒരു കിണറ്, നല്ല വെള്ളമുണ്ട്, നല്ല ആഴമുണ്ട്. വീട്ടിൽ ആളില്ലാത്ത സമയത്ത് ഉമ്മ മാത്രമേ ഉള്ളൂ. കുട്ടി മുട്ടുകുത്തി വന്ന് കിണറ്റിലേക്ക് വീണു. നിലവിളിയായി, ആളുകളൊക്കെ ഓടിക്കൂടി. ജനങ്ങൾ കൂടി നിൽക്കുന്നതിനിടയിൽ ഒരാൾ കണ്ടിരുന്നു, ത്യാഗം സഹിച്ച് ഒറ്റ ചാട്ടം ചാടിയ ചാട്ടത്തിൽ കയറും ബക്കറ്റും കസേരയും ഒക്കെയായി കാത്തിരിക്കുകയാണ്. ആർക്കും ചാടാൻ പേടിയാണ്. അതിനിടയിൽ ഒരാൾ ചാടിയെന്ന് മാത്രമല്ല, വളരെ പ്രയാസം സഹിച്ച് ആ കുട്ടിയെ അവർ പിടിച്ചു. ഈ രണ്ടാളെയും, അഥവാ കുട്ടിയെ ഇയാളെയും കയറൊക്കെ കെട്ടി കൊട്ടയിലാക്കി ഇവർ രക്ഷപ്പെടുത്തി. സാഹസികമായി കർമ്മം ചെയ്ത ആളെ അടുക്കളയ്ക്ക് ചാനലുകാർ വന്നു, പത്രക്കാർ വന്നു, അഭിമുഖം നടത്തുകയാണ്. സഹോദര, നിങ്ങൾ ഈ കുട്ടിയുടെ പിതാവാണോ? ഏയ് അല്ല, പിതാവല്ല. പിന്നെ ആരാ? സഹോദരനാണോ? അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവല്ല, രക്തബന്ധം, കുടുംബബന്ധം? ഇല്ല, ഒന്നുമില്ല. അതുമില്ലേ? ഇല്ല. പിന്നെ അയൽവാസിയാണോ ചോദിച്ചു? അല്ലല്ല, അയൽവാസിയല്ല. ഈ നാട്ടിലെ ആളാണോ ചോദിച്ചു? അല്ല, ഈ നാട്ടുകാരനും അല്ല. അപ്പൊ അത്ഭുതം കൂടി, ആളുകൾക്കും കൂടി പത്രക്കാർക്കും കൂടി. അവരെ ചോദ്യം എന്താ അറിയോ?
ഈ കുട്ടിയോട് വാപ്പയല്ല, രക്തബന്ധമില്ല, കുടുംബ ബന്ധമില്ല, അയൽപക്ക ബന്ധമില്ല, ഈ നാട്ടിൽ പോലുമല്ല. ഇനി ഒരു വേള അയാൾ അന്നു പോയാൽ പിന്നെ കുട്ടിയെ കാണുമല്ലേ എന്ന് പറയാനും പറ്റൂല. ഇത്രത്തോളം അകന്നു നിൽക്കുന്ന താങ്കൾ ഈ ആഴമേറിയ കിണറ്റിൽ ചാടി സാഹസികമായി ഈ കുട്ടിയെ രക്ഷിക്കാൻ താങ്കളെ പ്രേരിപ്പിച്ച വികാരം എന്താണ് എന്നാണ് പത്രക്കാരന്റെ ചോദ്യം. ഇയാൾക്കാണ് ചൂടായി. ഇയാള് പറഞ്ഞ എനക്കിപ്പോ മനസ്സിലാകേണ്ടത് എന്റെ വികാരാണല്ലേ, എന്നാ എനിക്കിപ്പം അറിയേണ്ടത് ഇന്നെ ഉന്തിട്ടതാരാണ്, ഇന്ന ഈ കിണറ്റിക്ക് ഈ കൂട്ടത്തിൽ തള്ളിട്ടതാരാന്നാ എനിക്കറിയേണ്ടത്. അപ്പൊ ഈ സാധുവിനെ ആരോ ഉന്തിട്ടതാ. ആ ഉന്തിട്ട കൂട്ടത്തിൽ എല്ലാവരും കൂടി വലിച്ചു കയറ്റിയപ്പോ കയറിയും ചെയ്തു. എന്ന പോലെ സഹോദരങ്ങളെ വാപ്പിയും സ്വിച്ചിട്ട് നമ്മൾ മുസ്ലിങ്ങളായി എന്നതല്ലാതെ എന്ത് ത്യാഗം, എന്ത് ത്യാഗം. മഹാനായ താഊസ് സലമി റളിയല്ലാഹു അൻഹു, ആ മഹാനായ സ്വഹാബി എത്ര ത്യാഗം ചെയ്ത് ജീവിച്ചവനാണ്. എന്നിട്ട് ആ മഹാനായ സ്വഹാബിയത കരയുന്ന സഹോദരങ്ങളെ. എന്താ സംഭവം? അദ്ദേഹം എംബ്രോയിഡറി വർക്കറാണ്. അഥവാ പുതപ്പുകളിലൊക്കെ ഡിസൈൻ നെയ്തുകൊണ്ട് കടകളിൽ കൊണ്ടുപോയി വിൽക്കും. ഒരു ദിവസം മഹാനായ താഊസ് സലമി റളിയല്ലാഹു അൻഹുവിന്റെ വിരിപ്പ് നിർത്തിയിട്ട് കടയിലെ ആള് പറഞ്ഞു, അതായേ നിന്റെ വിരിപ്പിന് ചില പോരായ്മകളുണ്ട്, ഇതിന്റെ നൂലിന്റെ കളർ മാറ്റണം, ഈ വക്കത്തിലെ ഡിസൈൻ മാറ്റണം, ഇത് പറ്റൂല, മറ്റതാക്കണം, അങ്ങനെ കുറെ പരാതി പറഞ്ഞു. താഊസ് സലമി റളിയല്ലാഹു അൻഹു ഇത് കേട്ട ഉടനെ തന്നെ കരയാൻ തുടങ്ങി. കരച്ചിൽ കൂടിയപ്പോ കടക്കാരൻ പറഞ്ഞു, അത്തായേ ഞാൻ നിനക്കൊരു ഉപദേശം തന്നതാണ്, നിന്റെ സാധനം മോശമാണ്, ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞതല്ല. പക്ഷേ അത്താഹ് റളിയല്ലാഹു കരച്ചു നിർത്തുന്നില്ല. കടക്കാര് ചുറ്റും കൂടി ആശ്വസിപ്പിച്ചു. അപ്പോഴും അത്താഹ് റളിയല്ലാഹു കരയുകയാണ്. അവസാനം അത്താഹ് റളിയല്ലാഹു പറയുന്നവരോട്, ഞാൻ കരഞ്ഞത് നിങ്ങൾ എന്റെ വിരിപ്പിന് കോട്ടം കണ്ടത് കൊണ്ടല്ല, ഇത് മോശമാണെങ്കിൽ അഴിച്ച് രണ്ടാമത് നെയ്യാൻ എന്റെ കയ്യിൽ നൂലുണ്ട്, എനിക്കതിനുള്ള കഴിവുണ്ട്. പക്ഷേ ഞാൻ ആലോചിച്ചു പോയത് എന്താണെന്ന് അറിയുമോ? ലഖദ് ജഅ്തുമൂന ഫുറാദാ, ഒറ്റക്കൊറ്റക്ക് അല്ലാഹുവിന്റെ കോടതിയിൽ വരുന്ന രംഗമുണ്ട്. അവിടെ അത്താഹിന്റെ ജീവിതമാകുന്ന വിരിപ്പ് പടച്ച തമ്പുരാൻ നിർത്തിയിട്ട് അതിൽ വേണ്ടത്ര തൗഹീദ് പ്രബലമല്ലല്ലോ, സുന്നത്ത് പ്രതിബദ്ധതയില്ലല്ലോ, ഹജ്ജിൽ ഇഖ്ലാസ് കുറഞ്ഞു പോയല്ലോ, നോമ്പ് പരിപൂർണമായിട്ടില്ലല്ലോ, കുടുംബ ജീവിതത്തിൽ വിള്ളലുണ്ടല്ലോ. അത്താഹേ എന്നെങ്ങാനും അല്ലാഹു തആല ഇതുപോലെ എന്റെ ഇസ്ലാമിക ജീവിതത്തിൽ തൊട്ടുകൊണ്ട് പരാതി പറഞ്ഞാൽ രണ്ടാമത് അതൊന്ന് നന്നാക്കി അള്ളാന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഈ അത്താഹിന് അവസരമില്ലല്ലോ എന്നാലോചിച്ചുകൊണ്ട് കരഞ്ഞതാണ്. ഇങ്ങനെ ഒരു വേള ഒന്ന് താടക്ക് കൈകൊടുത്ത് ഇരുന്ന് കരയാൻ, ചിന്തിക്കാൻ സഹോദര നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഇല്ല എന്നുള്ളതാണ് വാസ്തവം. എന്തുകൊണ്ട്? ദുനിയാവിനോട് അമിതമായ പ്രേമം, ആദർശമൊക്കെ മനസ്സിലായിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ എനിക്ക് 2-3 പെൺകുട്ടികളാണ്, നിങ്ങൾ പറയുന്ന കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ഞാനെങ്ങാനും ഇതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ ജമാഅത്തിന് വന്നാൽ, ഇനി ഭാവിയിൽ തുടങ്ങാൻ പോകുന്ന ഖുതുബ എന്ന മഹത്തായ ഇബാദത്ത് ശ്രവിക്കാൻ വന്നാൽ എന്റെ കച്ചവടം തൊലിയില്ലേ? എന്നെ കാണുമ്പോൾ ആളുകൾ സലാം ചൊല്ലാതെ പിന്തിരിയില്ലേ? എനിക്ക് മരിച്ചാൽ 6 അടി മണ്ണ് കിട്ടുമോ എന്നൊക്കെയുള്ള വ്യാകുലത, എന്നൊക്കെയുള്ള ആദി നിന്നെ വേട്ടയാടാൻ പാടുണ്ടോ സഹോദരാ? പാടുണ്ടോ? നീ ചിന്തിക്കണ്ടേ? വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹ സമാവാതി വൽ അർളി ഉഇദ്ദതു ലിൽ മുത്തഖീൻ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ 133 അല്ലാഹു തആല പറഞ്ഞതെന്താണ്? വസാരിഊ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, ആകാശഭൂമികളോളം വിശാലമായി പടച്ചവൻ ഒരുക്കി വെച്ച സ്വർഗ്ഗത്തിലേക്ക് ധൃതിപ്പെട്ടു വരൂ എന്ന വിളിയാളം കേട്ടുകൊണ്ട് മഹാന്മാരായ സ്വഹാബത്ത് ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി വാപ്പയുമായി വിട്ടില്ലേ, ഉമ്മയുമായി വിട്ടില്ലേ, അതുപോലെ തന്നെ മക്കളുമായി വിട്ടില്ലേ, നാടും കുടുംബവും വിട്ടുകൊണ്ടവര് പാലായനം ചെയ്തില്ലേ? നീ വാപ്പയോടുള്ള സ്നേഹബന്ധം മുറിക്കണ്ട, ഉമ്മയെ പരിചരിക്കുന്നതിൽ നിന്ന് പിന്തിരിയണ്ട, നിന്റെ ചേട്ടന്മാരുമായി സഹോദരിമാരുമായി ബന്ധം നീ മുറിക്കണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. അതുപോലെ തന്നെ സഹോദരാ, നീ ഒരു നിലക്കും വിദ്വേഷം വെച്ചുകൊണ്ട് ജീവിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ഈ ആദർശം നിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ട് അതൊന്ന് കൃത്യമായി കൊണ്ട് രുഢങ്കൂലമായിട്ട് അതൊന്ന് പ്രതിഫലിപ്പിക്കാൻ നീ ദുനിയാവിലെ ചില്ലറ കാളുകൾ
ഈ ചില്ലറ കാര്യങ്ങളെ ഭയപ്പെട്ട എന്താകും നാളെ നിന്റെ പരലോകത്തെ അവസ്ഥ എന്ന് ആലോചിക്കണമെന്ന് അത്തരത്തിലുള്ള കാര്യം ബോധ്യപ്പെട്ടവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിൽ വന്ന അംഗമായതിന്റെ പേരിലൊന്നും സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്ന് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. മെമ്പർഷിപ്പ് അതിങ്ങനെ 10 രൂപ കൊടുത്തിട്ട് ഞാനും മുജാഹിദാന്ന് പറഞ്ഞാലൊന്നും അതെത്തൂല. പണിയെടുക്കണം, സ്വയം ത്യാഗം ചെയ്യണം, നന്നായി ജീവിക്കണം, അപ്പോഴേ അത് കിട്ടൂ. അതുകൊണ്ട് തന്നെ കൃത്യമായ ആദർശം അനുസരിച്ച് അതിന്റെ വാഹനാകാൻ നീ തയ്യാറാകണം. മഹാന്മാരായ സ്വഹാബത്തിന്റെ ചരിത്രം അതാണ് സഹോദരങ്ങളെ പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളത്തെ യാത്രയ്ക്ക് വേണ്ടി എന്തുണ്ട് നമ്മുടെ കൈകളിൽ എന്ന ഖുർആനിന്റെ ചോദ്യത്തിന് മുമ്പിൽ ഒരു അറബിക്കഥയിൽ ഉപകാരപ്രദമായ ഗുണപാഠങ്ങൾ നൽകുന്ന ചില അറബിക്കഥകളുണ്ട്. ആ അറബിക്കഥകള് ഗുണപാഠത്തിന് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അത് ഏത് കിതാബിലാണ്, അതിന്റെ സനദ് എന്താന്ന് ചോദിക്കേണ്ട. അതൊരു ഉപകാരപ്രദമായ ഗുണപാഠം നൽകുന്ന ഒരു അറബിക്കഥ എന്നുള്ള നിലക്ക് ഉദ്ധരിക്കുക. ആ അറബിക്കഥയിൽ കാണാം 4 ഭാര്യമാരുള്ള ഒരു മനുഷ്യൻ. അയാള് മരിക്കാൻ കിടക്കുന്ന രംഗം. 4 ഭാര്യമാരുണ്ട് അയാൾക്ക്. ആ 4 ഭാര്യമാര്, ഒന്നാമത്തെ ഭാര്യ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ആദ്യമായി വന്ന, അദ്ദേഹത്തെ കൃത്യമായി ഉൾക്കൊണ്ട, ആ ഭർത്താവിന്റെ സ്പന്ദനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നല്ല രൂപത്തിൽ ജീവിക്കുന്ന ആ ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയെ അയാൾ ജീവിതത്തിൽ പരിഗണിച്ചിട്ടില്ല. ആ ഭാര്യയ്ക്ക് വേണ്ടി നല്ല ഒരു വീടോ അതുപോലെ നല്ല ഭക്ഷണമോ നല്ലൊരു വസ്ത്രമോ ആ ഭർത്താവ് വാങ്ങിക്കൊടുത്തിട്ടില്ല. അവളെ നല്ല ഒരു രൂപത്തിലൊന്ന് തലോടി സ്നേഹിക്കുകയോ മറ്റോ ചെയ്തിട്ടില്ല. പൂർണ്ണമായും അവഗണിച്ച് തള്ളിക്കളഞ്ഞ ഈ മനുഷ്യൻ. എന്നാൽ ഈ മനുഷ്യൻ തന്റെ 4ാമത്തെ ഭാര്യയെ ഒരു ദിവസം പോലും പിരിഞ്ഞിരിക്കാൻ അയാൾക്ക് കഴിയില്ല. ആ ഭാര്യയുടെ ഒരു രോമം നിരക്കുന്നത് അയാൾക്ക് ഇഷ്ടമില്ല. ആ ഭാര്യയുടെ തൊലിയൊന്ന് ചുളിയുന്നത് അയാൾക്ക് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ആ സൗന്ദര്യം അങ്ങനെ തന്നെ നിലനിൽക്കാൻ ഇസ്ലാം പറഞ്ഞ എന്ത് നിർദ്ദേശങ്ങളും തട്ടിക്കളഞ്ഞ് ഹറാമുകൾ അയാൾ ചെയ്തു. അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തു. അങ്ങനെ അങ്ങേയറ്റം സമ്പത്ത് ചെലവഴിച്ച് ആ ഭാര്യയെ അദ്ദേഹം സംരക്ഷിക്കുകയാണ്. ഈ മനുഷ്യൻ 3ാമത്തെ ഭാര്യയുമായും ഇതുപോലെ തന്നെയാണ്. അങ്ങേയറ്റത്തെ ബന്ധമാണ്. ആ ഭാര്യയ്ക്ക് വേണ്ടി തന്നെയാണ് അയാൾ ജീവിക്കുന്നത്. ഹറാമായത് ഹലാലായത് എന്ന വേർതിരിവ് ഇസ്ലാം നൽകിയിട്ടുണ്ട്. പക്ഷേ ഈ ഭാര്യയ്ക്ക് വേണ്ടി അയാള് ഹലാല് പരിഗണിച്ചില്ല. ഹറാമിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ്. അങ്ങനെ ഇഷ്ടം പോലെ ഭാര്യയുടെ ആവശ്യപ്രകാരം പണം വർദ്ധിപ്പിച്ചുണ്ടാക്കി ആ ഭാര്യയുടെ താല്പര്യപ്രകാരം ജീവിച്ച മനുഷ്യൻ അങ്ങേയറ്റം ആ ഭാര്യയെ പരിഗണിക്കുകയാണ്. അയാളുടെ 2ാമത്തെ ഭാര്യയോടും അങ്ങനെ തന്നെയാണ്. വിചാരം അദ്ദേഹം മാറ്റിവെച്ചുകൊണ്ട് അയാൾ വിദേശത്തേക്ക് പോകുന്നത്, കച്ചവടത്തിന് വേണ്ടി നമസ്കാരം പോലും ഉപേക്ഷിച്ചുകൊണ്ട് ഓടുന്നത് ഈ 2ാം ഭാര്യയെ ഓർത്തുകൊണ്ടാണ്. ആ ഭാര്യയുടെ ഒരു ഫോൺ കോൾ മതി, ആ ഭാര്യയുടെ ഒരു താല്പര്യം പ്രകടനം മതി. മടിയില്ലാതെ പിശുക്കില്ലാതെ ലക്ഷങ്ങൾ അയാൾ ഒഴുക്കി കൊടുക്കുകയാണ്. ഇങ്ങനെ 1ാം ഭാര്യയോട് അനീതി കാണിക്കുകയും മറ്റു 3 ഭാര്യമാരോട് പറഞ്ഞതിലപ്പുറം മോശമായ രൂപത്തില് എന്നാൽ ഭൗതികമായ അങ്ങേയറ്റം ഇഷ്ടത്തോടുകൂടി പരിഗണിച്ചുകൊണ്ട് ജീവിച്ച മനുഷ്യൻ മരിക്കാൻ കിടക്കുകയാണ്. ശരിക്കും ശ്രദ്ധിക്കണേ, ഈ കഥ നമ്മോട് ഓരോരുത്തരുമായിട്ടാണ് ബന്ധപ്പെടുന്നത്. വിശദീകരിക്കുമ്പോൾ മനസ്സിലാകും. അങ്ങനെ ഈ മനുഷ്യൻ സക്കറാത്തിന്റെ ഹാലിലാണ്. എന്നേക്കുമായി ഇഹലോകത്തു നിന്ന് യാത്ര പോവുകയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ചുറ്റും കൂടി നിൽക്കുന്നതാകെ 3 ഭാര്യമാര്. മറ്റു ആദ്യ ഭാര്യയെ പരിഗണിച്ചിട്ടില്ലല്ലോ. ആ ഭാര്യയെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചിട്ടുമില്ല. ഈ ചുറ്റും നിന്ന 3 ഭാര്യമാര് അങ്ങേയറ്റം പരിഗണിച്ച് സ്നേഹിച്ച 4ാമത്തെ ഭാര്യയുടെ മുഖത്തേക്ക് നിസ്സഹായതയോടുകൂടി നോക്കിയിട്ട് ഇയാൾ ചോദിക്കുന്നു, പ്രിയതമേ, ഞാൻ യാത്ര പോവുകയാണ്. നിനക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ ജീവിച്ചത്. നിന്റെ ഒരു രോമം അത് നരക്കുന്നത്, നിന്റെ ഒരു തൊലി അത് ചുളിയുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് നിനക്ക് വേണ്ടി എന്തൊക്കെ ഞാൻ അടിയറ വെച്ചു, എന്തൊക്കെ നിഷിദ്ധമായി ഞാൻ ചെയ്തു കൂട്ടി. ഞാൻ യാത്ര പോവുകയാണ്, നീ എന്റെ കൂടെ വരുമോ? അങ്ങേറ്റം സ്നേഹിച്ച ഈ 4ാം ഭാര്യ ഒരു ദാക്ഷിണ്യവും കൂടിയാതെ കരുണയുമില്ലാത്ത ഒരൊറ്റ മറുപടി, മനുഷ്യ, നിങ്ങളുടെ കൂടെ ഞാൻ വരില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി മരണത്തോടുകൂടി എനിക്കെന്റെ വഴി. ഞാൻ നിങ്ങളുടെ കൂടെ വരലോകത്തേക്കൊന്നും വരൂല.
ഇയാളുടെ ദുഃഖം വർദ്ധിക്കുകയാണ്, ടെൻഷൻ ഉയരുകയാണ്. ഇയാള് അങ്ങേയറ്റത്തെ ദുഃഖത്തോടുകൂടി നിസ്സഹായതോടുകൂടിയതാ മൂന്നാം ഭാര്യയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നു, എന്നെ നാലാം ഭാര്യ എന്നോട് പറഞ്ഞ് നീ കേട്ടില്ലേ? അതുകൊണ്ട് പ്രിയതമേ, നീ എന്റെ കൂടെ വരുമോ? നിനക്ക് വേണ്ടി എത്ര ഹറാമിന്റെ മാർഗങ്ങളാ ഞാൻ സ്വീകരിച്ചത്, എത്ര രാപ്പകലുകളാ ഞാൻ ഓടിയത്. അതെല്ലാം നിന്നെ ഓർത്തുകൊണ്ടല്ലേ, നിന്റെ അക്കൗണ്ടിലല്ലേ അതൊക്കെ ഞാൻ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ യാത്ര പോകുന്നു, നീ എന്റെ കൂടെ വരുമോ പരലോകത്തേക്ക്? ആ ഭാര്യ അങ്ങനെ പറഞ്ഞപ്പോ കുറച്ച് സോഫ്റ്റ് ആയിട്ട് പറഞ്ഞു, മരിക്കുന്ന സമയം വരെ ഞങ്ങളെ കൂടെ നിൽക്കാം. മരിച്ചിട്ട് നിങ്ങൾ ഉമ്മറപ്പടി ഉണ്ടല്ലോ, വീടിന്റെ ഉമ്മറപ്പടി ഇറങ്ങുന്നതോടുകൂടി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എന്റെ വഴി, ഞാൻ വരൂല. വീണ്ടും അയാൾക്ക് ടെൻഷൻ വർദ്ധിക്കുകയാണ്. അയാൾ നിസ്സഹായതോടുകൂടി രണ്ടാമത്തെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുകയാണ്. എന്നിട്ട് ആ ഭാര്യയോട് ചോദിക്കുന്നു, എന്താ ചോദിക്കുന്നത്? പ്രിയതമേ, നിനക്ക് വേണ്ടി ഞാൻ എന്റെ വികാര വിചാരങ്ങൾ മാറ്റിവെച്ചില്ലേ? വിദേശത്ത് പോയി എത്ര ചീത്തയാണ് ഞാൻ കെട്ടുകൂട്ടിയത്, പൊരിവേലത്ത് ഞാൻ എത്രയാണ് അധ്വാനിച്ചത്. ഇതൊക്കെ നിന്റെ ഫോൺ കോൾ കൊണ്ട് നീ പറഞ്ഞതനുസരിച്ച് എത്ര ലക്ഷങ്ങളാണ് ഞാൻ നിനക്ക് അയച്ചു തന്നത്. നീ എന്റെ കണ്ണിന്റെ കുളിർമയല്ലേ, എന്റെ ആനന്ദകരമായ സമ്പത്തല്ലേ. നീ എന്റെ കൂടെ വരുമോ? എന്നെ രണ്ട് ഭാര്യമാരും അവഗണിച്ച സ്ഥിതിക്ക്. അങ്ങനെ പറഞ്ഞപ്പോ രണ്ടാം ഭാര്യ പറഞ്ഞു, ഞാൻ വരാം, പക്ഷേ ഖബറിലേക്ക് നിങ്ങളെ മയ്യത്ത് വെച്ച് കല്ലിട്ട് മൂടിയാൽ പിന്നെ ഞാൻ വരൂല, പിന്നെ ഞാൻ നിങ്ങൾ വരൂല, പരലോകത്ത് നിങ്ങളെ കൂടെ ഞാൻ വരൂല. ദുഃഖിതനാവുകയാണ് ഇയാൾ. തന്നെ ഏറെ പരിഗണിക്കേണ്ട, സ്നേഹിക്കേണ്ട ഈ മൂന്ന് ഭാര്യമാരും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ശ്വാസം ഇങ്ങനെ വലിച്ച് അവസാനത്തെ വിടലങ്ങോട്ട് വിടുന്ന സമയത്തതാ ഒരു ചെറിയ ശബ്ദം അപ്പുറത്തെ റൂമിൽ നിന്ന് കേൾക്കുന്നു. എന്താണ്? ഭർത്താവേ, മനുഷ്യ, നിങ്ങളുടെ കൂടെ ഞാനാണ് വരാനുള്ളത്. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്, ഞാനാണ് നിങ്ങളുടെ കൂടെ വരാൻ. അയാൾക്ക് ആരാണെന്നത് മനസ്സിലായില്ല. അയാളിങ്ങനെ നിസ്സഹായതയോടുകൂടി തിരിഞ്ഞു നോക്കുമ്പോ കണ്ണൊക്കെ ഉള്ളിലേക്ക് പോയി, മുഖത്തു നിന്ന് രക്തമൊക്കെ വറ്റി എല്ലിൻ കോലമായിട്ട് ഇങ്ങനെ ഒരു സാധനം നിൽക്കുന്നു. ആരാണത്? അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഭാര്യ. സഹോദരി, 4 വിവാഹം കഴിച്ചിട്ട് അനീതി കാണിച്ച് നിസ്സഹായനായി മരിച്ചുപോയ ഒരാളെ കഥ പറയാൻ പറഞ്ഞതല്ല ഇത്. ഈ 4 ഭാര്യമാരെ ഈ അറബിക്കഥയിലൂടെ ഉപമിക്കുന്നത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ മുഖ്യമായ 4 ഘടകങ്ങളുമായിട്ടാണ്. അതിൽ 4ാമത്തെ ഭാര്യ എന്ന് ഇയാള് പറഞ്ഞത് ഈ അറബിക്കഥയിലൂടെ പറഞ്ഞത് ആരാന്നറിയോ? അത് നമ്മുടെ ഈ ഭൗതികമായ ശരീരമാണ്. ഹറാമുകൾ തിന്ന് അല്ലേ, ശരീരത്തിന്റെ അംഗലാവണ്യങ്ങൾ പുറത്തു കാണിച്ച് ഭർത്താവിന്റെ മുമ്പിൽ ദുർഗന്ധമുള്ള വസ്ത്രം ധരിച്ച് മണിയറയിൽ അണിഞ്ഞൊരുങ്ങാതെ പുറത്തേക്ക് പോകുമ്പോൾ സുഗന്ധം പൂശി തെമ്മാടിത്തത്തോടുകൂടി പുറത്തിറങ്ങിയ നീ നിന്റെ ശരീരത്തിൽ വർണ്ണവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ചതെന്തിനാ? നിന്റെ തൊലി വെളുപ്പ് കാണാനല്ലേ? നീ നിന്റെ പുരികം എന്തിനാ പ്ലഗ് ചെയ്ത് സഹോദരി? അതിന്റെ തൊലി വെളുപ്പ് ആസ്വദിക്കാനല്ലേ? സൗന്ദര്യമുണ്ടായിട്ടും പല്ല് ഒന്നുകൂടെ പിന്നിട്ടതെന്തിനാണ്? അതുപോലെ തന്നെ നിന്റെ മുടി നീ ഉയർത്തിക്കെട്ടി ഒട്ടകത്തിന്റെ പൂഞ്ഞ പോലെ ആട്ടിയതെന്തിനാണ്? അതുപോലെ തന്നെ ഹറാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് അനിസ്ലാമികമായ ജൂതന്റെ വേഷം നീ ധരിച്ചതെന്തിനാണ്? നിന്റെ ശരീരം കൃത്യമായി കുലുങ്ങാനല്ലേ? അത് മറ്റുള്ളവർ കാണാനല്ലേ? നീ നിന്റെ കൈകളിലെ നഖം നീട്ടിയതെന്തിനാണ്? കിലുക്കമുള്ള പാദസരം നീ ധരിച്ചതെന്തിനാണ്? അതൊക്കെ നിന്റെ ഭൗതികമായ ശരീരത്തിന് വേണ്ടിയല്ലേ? സഹോദരാ, ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നിന്റെ ഹെയർ സ്റ്റൈൽ നീ എന്തിനാ മാറ്റിയത്? അത് മറ്റുള്ളവർ ആസ്വദിക്കാനല്ലേ? പള്ളിയിലേക്ക് നമസ്കാരത്തിന് വിളിച്ചപ്പോൾ എന്തുകൊണ്ട് നീ ജമാഅത്തിന് ളുഹറിന് പങ്കെടുത്തില്ല? നിന്റെ നാട്ടിൽ നിന്റെ കോളേജിന്റെ മുമ്പിൽ സ്കൂളിന്റെ മുമ്പിൽ പള്ളി ഉണ്ട്, അവിടെ ജമാഅത്തുണ്ട്, വരാൻ നിനക്ക് താല്പര്യമില്ല. കാരണം കണ്ണാടിക്ക് മുമ്പിൽ ഇരുന്നു കൊണ്ട് അരമണിക്കൂർ ശരിപ്പെടുത്തിയ നിന്റെ ഈ മുടിയെങ്ങാനും ഒതു ചെയ്യുമ്പോ തടവുമ്പോൾ അതാകപ്പാട് അത് കേടുവരുമെന്ന് ആലോചിച്ചുകൊണ്ട് നമസ്കാരം നീ മാറ്റിയതാണ്. എന്തുകൊണ്ടാണ്? 21ഓളം ഹദീസുകളിൽ വന്ന സമൃദ്ധമായി താടി നീ നീട്ടിവെക്കണമെന്നോ, ചുണ്ടിനേക്കിറങ്ങിയ മീശയെ വെട്ടി ചെറുതാക്കണമെന്നോ കൃത്യമായി പ്രവാചകന്റെ ഉപദേശമുണ്ട്. സ്വഹാബികൾ അത് ചെയ്തിട്ടുണ്ട്. ഒരിക്കൽ
പോലും റസൂലോ സഹാബത്തോ താടി വടിച്ചിട്ടില്ല. അതുകൊണ്ട് താടി വടിക്കൽ ഹറാമാണ്. അങ്ങനെ വടിച്ചു കളയുക എന്നത് നിഷിദ്ധമാക്കപ്പെട്ടൊരു പണിയാണ് എന്ന് വളരെ കൃത്യമായി ഇജ്മാഉണ്ട്. ഈ കാര്യം നീ ചെയ്തതെന്തിനാണ്? നിന്റെ കവിൾ തുടിപ്പ് നിന്റെ ഭാര്യയ്ക്ക് കാണാനല്ലേ? എന്തിനാണ് നീ ചുണ്ടിന് താഴെ 2-3 ഇഞ്ച് കനത്തിൽ നിന്റെ മീശ വളർത്തിയിട്ട് അത് പുഷ്ടിപ്പെടുത്തിയത് എന്തിനാണ്? അത് മറ്റുള്ളവർ കാണുമ്പോൾ ആസ്വദിക്കാനല്ലേ? നിരച്ച നിന്റെ രോമത്ത് നീ ചുവപ്പ് കൊടുക്കണോ ചെമ്പ കൊടുക്കണോ മൈലാഞ്ചി ഇടണോ എന്ന പ്രവാചകന്റെ ഉപദേശോ അത് മാറ്റിക്കളഞ്ഞുകൊണ്ട് മേടപ്രാവുകളുടെ അകിടുകൾ പോലെ നീ അതിനെ കറുപ്പിച്ച് സ്വർഗത്തിന്റെ മണം പോലും നിനക്ക് ആസ്വദിക്കാൻ കഴിയാത്ത ഹറാമ് ചെയ്തതെന്തിനാണ്? നിന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തിനല്ലേ? നിന്റെ നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രം അത് നരകത്തിലേക്കാണ്. അള്ളാഹു നാളെ നോക്കാത്ത രംഗമാണ്. അത്തരത്തിലുള്ള ആളുകളുടെ കണങ്കാലുകൾ നരകത്തിലാണ് എന്ന റസൂലിന്റെ ഉപദേശം നീ തട്ടിക്കളഞ്ഞ് നരകത്തിലേക്ക് നിന്റെ നെരിയാണിക്ക് താഴെയുള്ള ഭാഗത്തെ കൊണ്ടുപോയത് നിന്റെ ശരീരത്തിന്റെ ഇഷ്ടത്തിനല്ലേ? ഇതൊക്കെ ഭൗതികമായ ശരീരത്തിന് വേണ്ടി ചെയ്തതാണെങ്കിൽ ആ ശരീരമാകുന്ന 4ാം ഭാര്യ നിന്നോട് മരണസമയത്ത് പറഞ്ഞ വാക്കെന്താണ്? ഇടുത്തി പോലെയുള്ള മറുപടിയല്ലേ പറഞ്ഞത്? നിങ്ങളുടെ കൂടെ ഞാൻ പരലോകത്തേക്കില്ല. കാരണം എന്താ? ചിതലും പുഴുക്കള് താവള പെരുത്തുണ്ടത് സന്തോഷമാണ് അവകൾക്ക് നീ ചെല്ലുന്നത്. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമേ സമരത്തിലാണ് പരസ്പരം തിന്നുന്നത്. കാടില്ല റേഷൻ വേണ്ട പോൽ അതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ട് അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ട്. സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം 2 ഉടൻ തന്നെ മുഖമേ കാണുമേ ഗുഹ 2 നോക്കുന്ന നേരം മണ്ടുമേ ഭയം കൊണ്ട്. സമ്പത്ത് കിട്ടിയിട്ട് അത് ദുരുപയോഗം ചെയ്ത് ശരീരത്തിന്റെ ദേഹേച്ഛയുടെ താല്പര്യത്തിനനുസരിച്ച് മദ്യപിച്ച് അതുപോലെ തന്നെ സ്ത്രീധനം വാങ്ങി അതുപോലെ തന്നെ ഹറാമായ രൂപത്തിൽ സമ്പത്തുണ്ടാക്കി ഈ ശരീരം നീ പുഷ്ടിപ്പെടുത്തിയിട്ട് എങ്ങോട്ടാ സഹോദരാ സഹോദരി നിനക്ക് ചെല്ലാനുള്ളത്? ഖബറിലേക്കല്ലേ? ആ ഖബറിൽ നിന്നെ കൊണ്ടുപോയി വെച്ചിട്ട് 3ാമത്തെ ദിവസം ആ കല്ലൊന്ന് മാറ്റി നോക്കാൻ നീ ധൈര്യമുണ്ടോ? ആ കല്ലൊന്ന് എടുത്തു നോക്കാൻ ധൈര്യമുണ്ടോ ചെറുപ്പക്കാരാ ചെറുപ്പക്കാരെ? അപ്പോൾ നിന്റെ മുഖത്ത് ഭംഗിയായി നീ ഈ രൂപത്തിലല്ല സുറുമയിട്ട് കൺമശിയിട്ടുകൊണ്ട് പ്ലഗ് ചെയ്ത നിന്റെ അഴകാർന്ന നെറ്റിത്തടമുണ്ടല്ലോ അതിന്റെ കണ്ണുള്ള ഭാഗത്ത് 2 ഗുഹയാണ്. മാധുര്യത്തോടുകൂടി നീ ആഭരണം പുറത്തേക്ക് കാണിച്ച് മഫ്ത ഇങ്ങനെ ധരിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ഇങ്ങനെ ധരിച്ച നിന്റെ ഈ ചെവികളുണ്ടല്ലോ അത് ചിതലുകൾ വണ്ടികൾ തിന്നിട്ട് ഡിസൈനാക്കി വെച്ചിരിക്കുകയാണ്. ആ രംഗം നീ കണ്ടാൽ ഭയവിഹ്വലനാവും കേട്ടോ, ഓടിപ്പോകും കേട്ടോ. നിന്റെ ശരീരത്തിന്റെ ഉള്ളിൽ നിന്ന് നീളമുള്ള പുഴുക്കൾ പുറത്തേക്ക് വന്നു കിടന്ന രംഗം നിനക്ക് കാണാം. ആ മണ്ണിന്റെ ഭാഗമായി നശിച്ചു പോകാനുള്ള നിന്റെ 4ാം ഭാര്യ എന്ന നിന്റെ തടി, നമ്മുടെ തടി, ഇതിന് വേണ്ടിയാണോ സഹോദര നമ്മൾ പണിപ്പെടുന്നത്? ആണോ? ദീർഘമായ വിശദീകരണം കുറച്ചുകൊണ്ട് സഹോദര അദ്ദേഹം നിസ്സഹായനായി 3ാം ഭാര്യയിലേക്ക് നോക്കിയപ്പോ ആ ഭാര്യ പറഞ്ഞത് എന്താണ്? ഞാൻ ഉമ്മറപ്പടി വരെ വരാം, വീടിന്റെ തിണ്ട് വരെ വരാം, മയ്യത്ത് കെട്ടിലുമായി നിങ്ങൾ പുറപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്കെന്റെ വഴി. ആരായി 3ാം ഭാര്യ? സുലൈഖയല്ല, ഫാത്തിമ കുട്ടിയല്ല. നമ്മുടെ ജീവിതത്തിൽ നാം നേടിയ സമ്പത്താണ്. സമ്പത്താ സഹോദര. സമ്പത്ത് നമ്മൾ കൊണ്ടുപോകാൻ കഴിയോ? കൊണ്ടുപോകാൻ കഴിയോ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ വലിയ വീട്, നാം വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കാറ്, നമ്മുടെ മുന്തിയ വസ്ത്രം, അതുപോലെ നാം ഭക്ഷിക്കുന്ന പുതിയ ഭക്ഷണങ്ങൾ, നമ്മൾ അവിടെയും ഇവിടെയും വാങ്ങിവിട്ടിട്ടുള്ള അന്യന്റെ അതിര് കവർന്നെടുത്ത, അനുജനെ പറ്റിച്ച, ജേട്ടനെ പറ്റിച്ച, ഉമ്മയോട് തർക്കിച്ച് കോടതിയിൽ കയറി സാക്ഷ്യം പറഞ്ഞ് വാങ്ങിയ ഈ ഹറാമായ സമ്പത്തുണ്ടല്ലോ, ഈ ഭൂമിയുണ്ടല്ലോ, ഇത് മറ്റുള്ളവർക്ക് വിട്ടേച്ചു പോകാനുള്ളതാണ്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, യഖൂലുൽ അബ്ദി മാലി മാലി, ആദമിന്റെ മക്കൾ പറയുകയാണ് എന്റെ ധനം എന്റെ ധനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആദമിന്റെ മക്കൾ പറയാണ് എന്റെ ധനം എന്റെ ധനം. ഫഇന്നമാ ലഹു മിൻ മാലി സലാസ്, യഥാർത്ഥത്തിൽ അവന്റെ ധനത്തിൽ നിന്ന് 3 എണ്ണം മാത്രമാണ് അവന്റേത്. മാ കലഫാഫന ഔ ലബിസ ഫാഫല ഔ അഅതാ ഫക്തന വമാ സിവാ ദാലിക ഫഹുവ ദാഹിബുൻ ഫതാരികുഹു ലിന്നാസ്. സദഖ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അതിന്റെ സമ്പത്തിൽ നിന്ന് 3 എണ്ണം മാത്രമാണ് അവന്റേത്. മാ കലഫാഫന ഔ ലബിസ ഫാഫല ഔ അഅതാ ഫക്തന, അവൻ തിന്നു തീർത്തവന്റെ ഭക്ഷണം, അവൻ ധരിച്ച് ധരിപ്പിച്ചവന്റെ വസ്ത്രം, വല്ലതും അള്ളാന്റെ മാർഗത്തിൽ കൊടുത്ത് ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ അതൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം കുടുംബങ്ങൾക്ക് വിട്ടേച്ചു കൊണ്ടവൻ പോവുകയാണ്. സഹോദരങ്ങളെ, ഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്, മനുഷ്യന് ധനത്തിനോട് അമിതമായ അടങ്ങാത്ത ആർത്തിയാണ് അല്ലേ. ഈ സമ്പത്ത് നേടാൻ വേണ്ടിയിട്ട്, ഈ പൈസക്ക് വേണ്ടിയിട്ട് ഹറാമും ഹലാലും പരിഗണിക്കുന്നില്ല. സ്വന്തം മാതാവിനെ പോലും കൊന്നുകളയുന്നു സ്വത്ത് തർക്കത്തിന്റെ പേരില്. സ്വന്തം ബാപ്പയതാ എനിക്ക് ഭാവിയിൽ എന്റെ മകനാണുള്ളത് എനിക്ക് താങ്ങായിട്ട്, മാത്രമല്ല ഞാൻ ക്ഷീണിക്കുമ്പോൾ ഈ സ്ഥാപനം കൊണ്ടു നടക്കേണ്ടത് അവനാണ് എന്ന് വിചാരിച്ചവനെ ഈ കച്ചവടം പഠിപ്പിച്ച് കൂടെ കൊണ്ടുവന്ന് എല്ലാ ഐഡിയകളും പഠിപ്പിച്ച് അവസാനം ബാപ്പയെ പതുക്കെ പതുക്കെ കച്ചവടത്തിൽ നിന്ന് മാറ്റി ആ വലിയ സ്ഥാപനം ഒറ്റക്ക് പിടിച്ചടക്കുന്ന മക്കളുണ്ട്. എന്തുമാത്രം വലിയ അക്രമമാണത്. ഇങ്ങനെ തുപ്പലം കുടിച്ച് വയറ് നിറക്കുക എന്നൊക്കെ സാധാരണ പറയാറുള്ള പോലെ ഈ സമ്പത്ത് നാം സഹോദരങ്ങളെ ഹറാമായ രൂപത്തിൽ സമ്പാദിക്കാം അല്ലേ. പലിശ എന്നത് അങ്ങേയറ്റത്തെ ഹറാമാണ്. ആ പലിശയുടെ ഗൗരവം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഹദീസുകളിലൂടെ പറഞ്ഞതോ വ്യഭിചാരം എന്ന മഹാ തിന്മയുമായിട്ടാണ്. ഏറ്റവും ചെറിയ പലിശയുണ്ടല്ലോ, ആ പലിശയുണ്ടല്ലോ റിബ ഐസറു, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഏറ്റവും ചെറിയ പലിശ അത് സ്വന്തം മാതാവിനെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 ദിർഹം പലിശവന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്ന 36 തവണ അവൻ വ്യഭിചരിച്ചതിന് തുല്യമാണ്. അന്തസ്സും അഭിമാനവും ബോധമുള്ളവൻ ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ? എങ്കിൽ ഈ പലിശയല്ലേ നമ്മുടെ കാറ്, എങ്കിൽ ഈ പലിശയല്ലേ നമ്മുടെ വാഹനോ, ഈ പലിശയല്ലേ നമ്മുടെ വീട്. ഈ രൂപത്തിലുള്ള സംഗതികൾ പാടുണ്ടോ? അതുപോലെ തന്നെ ഒരു പെണ്ണിന്റെ വാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്ത് അത് ഊറ്റിക്കുടിക്കുന്ന രാക്ഷസന്മാരാണ് സ്ത്രീധനം വാങ്ങുന്ന കള്ളന്മാർ. മറ്റേ കള്ളന്മാർ ഇവരെക്കാരും മാന്യന്മാരാ. എന്താ? ഇരുട്ടിന്റെ മറവിലാ അവർ കക്കണത്. ഇവർ പകൽ വെളിച്ചത്തിൽ കക്കുന്ന പൊലങ്കള്ളന്മാരാ. എന്താണ് കള്ളന്മാരുടെ സ്വഭാവം? സള്ളന്മാരുടെ സ്വഭാവം എന്താണ്? വിദ്യാഭ്യാസം പറഞ്ഞ്, സൗന്ദര്യം പറഞ്ഞ്, തറവാട് പറഞ്ഞ് ഇന്നും സമൂഹത്തിൽ സഹോദരങ്ങളെ ഈ സ്ത്രീധനം എന്ന വരണ്ട ചിന്താഗതി നിലനിൽക്കുകയാണ്. അതിലംഗമായി പോകുന്ന ഏതെങ്കിലും യുവാക്കളുണ്ടോ? അതിലേക്ക് പ്രേരിപ്പിക്കുന്ന അമ്മാവന്മാരുണ്ടോ? തറവാടിന്റെ വിദ്യാഭ്യാസത്തിന്റെ പോരിശ പറഞ്ഞ് എന്റെ കുട്ടിക്ക് അത്ര കിട്ടും ഇത്ര കിട്ടുമെന്ന് പറയുന്ന ഉമ്മമാരുണ്ടോ? നിർത്താനായിട്ടുണ്ട് കേട്ടോ. സ്ത്രീധനം എന്നത് പന്നി മാംസത്തെക്കാൾ, വേശ്യാലയത്തിൽ നിന്ന് കിട്ടുന്ന പണത്തെക്കാൾ, മദ്യഷാപ്പ് നടത്തി കിട്ടുന്ന വരുമാനത്തെക്കാൾ മ്ലേച്ഛമായ സമ്പത്താണ്. ലാ തഅകുലൂ വലാ തഅകുലന്ന, ഖുർആൻ പറഞ്ഞല്ലോ എന്ത്? ലാ തഅകുലൂ, നിങ്ങൾ ഒരിക്കലും തന്നെ ഭക്ഷിക്കാൻ പാടില്ല എന്ന്. പരസ്പരം ഹറാമായ സമ്പത്ത് സഹോദരാ, ഇത് ഹറാമിന്റെ പട്ടികയിലാണ്. നീ മഹർ കൊടുത്തുകൊണ്ട് നീ നിന്റെ ഭാര്യയെ ഏറ്റെടുക്കുന്നതിന് പകരം ഈ ഹറാമായ സമ്പത്ത് കൊണ്ട് നീ നിന്റെ ജീവിതം ആരംഭിച്ചാൽ നിന്റെ ഭാര്യക്ക് നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. നിന്റെ അമ്മാവന്, നിന്റെ അമ്മോശന് നിനക്ക് നല്ല രൂപത്തിൽ ഒരിക്കലും തന്നെ കൈതരാൻ പറ്റില്ല. കല്യാണമൊക്കെ കഴിഞ്ഞ് 3-ാമത്തെ ദിവസം സ്ത്രീധനം കിട്ടിയ കാറുമായി ബൈക്കുമായി ഇവങ്ങനെ ഉഷാറായിട്ട് നല്ല ഷൂവും കോട്ടും പാൻ്റൊക്കെ ഇട്ട് അവങ്ങനെ വന്ന് ഭാര്യ ഇറക്കിയ ചാവിയൊക്കെ എടുത്ത് തിരിച്ചിട്ട് ഇങ്ങനെ വരും. അപ്പൊ കോലായ്മയിൽ നിന്നിട്ട് ഉമ്മരപ്പടി വന്നിട്ട് അമ്മോശാങ്ക മനസ്സിൽ നമുക്ക് എന്റെ ഉമ്മ നക്കി വരുന്നേ കണ്ടോ. ഒറ്റ അമ്മോശാങ്കർ പുറത്തു പറയില്ല. കയറി വരുമ്പോ സലാം ചൊല്ലി സ്വീകരിക്കും. മണിയറയിൽ ഭാര്യ ഇക്കാന്ന് വിളിക്കും. നമ്മുടെ വസ്ത്രം അലക്കിത്തരും. നമ്മളോട് വളരെ സോഫ്റ്റായി പെരുമാറും. പക്ഷെ ഉള്ളിൽ എപ്പോഴും ഒരു തീ ആളിക്കത്തുകയാണ്. ഇടുത്തീ പോലെ എന്റെ വാപ്പയെ കഷ്ടപ്പെടുത്തിയ ദുഷ്ടൻ. എന്തിനാ സഹോദരങ്ങളെ ഈ ശാപം? എല്ലാം ഈ സമ്പത്തിന് വേണ്ടി അല്ലേ? ഇത് വിട്ടേച്ചുകൊണ്ട് യാത്ര പോവുകയല്ലേ നീ?
ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രൂപത്തില്, അവരെ ദൂർത്തരിക്കുന്ന രൂപത്തില്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു പിന്നെ കേട്ടോളൂ. ഉപദേശം എന്താണ്? ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിന മിൻ അമലിഹി വഹസനാതിഹി ബഅദ മൗതിഹി. സത്യവിശ്വാസികൾക്ക് തന്റെ മരണശേഷം വന്നെത്തുന്ന അമലുകളിൽ പെട്ടതാണ് ഇൽമൻ അല്ലമഹു വനശറഹു, ഞാൻ പഠിച്ചതും പ്രചരിപ്പിച്ചതുമായ അറിവ്. വലദൻ സ്വാലിഹിൻ തറക്കഹു, ദുനിയാവിൽ ഉപേക്ഷിച്ചിട്ടുള്ള സ്വാലിഹായ സന്താനൻ. മുസ്ഹഫൻ വറസ്തഹു, അല്ലെങ്കിൽ അനന്തരമായി കിട്ടിയ ഖുർആൻ. ഔ മസ്ജിദൻ ബനാഹു, അല്ലെങ്കിൽ ഒരു പള്ളി നിർമ്മാണം നടത്തുക എന്നുള്ളത്. അതേപോലെ തന്നെ വഴിയാത്രക്കാർക്ക് വേണ്ടിയുള്ള ഒരു വീട്, അല്ലെങ്കിൽ ഒരു വെയിറ്റിംഗ് ഷെഡ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള ഒരു നെഹ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാട്ടർ പൈപ്പ്, അത് മുന്നിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സഹോദര, പൊതുജനങ്ങൾക്ക് നന്മയാകുന്ന, അവർക്ക് ഒരുപാട് ഉപകാരങ്ങൾ കിട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങളാ ജീവകാരുണ്യ പ്രവർത്തനങ്ങള്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ജീവിതത്തിൽ നല്ല സമയത്ത് പിശുക്കാതെ സ്വാർത്ഥതയില്ലാതെ അള്ളാന്റെ മാർഗത്തിൽ ഈ സമ്പത്ത് ചെലവഴിച്ചാൽ അത്തരത്തിലുള്ളത് അവന്റെ മരണശേഷം അവന്റെ അടുക്കൽ വന്നു ചേരുന്നതാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഉപദേശമാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മൾ ഇഖ്ലാസോട് കൂടിക്കൊണ്ട് പള്ളിക്ക്, ദഅവാ പ്രവർത്തനങ്ങൾക്ക്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, അതുപോലെ തന്നെയുള്ള സംഗതികൾക്ക് പണം കൊടുക്കണമെന്നാണ് പറയാനുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, കേട്ടോളൂ. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ തസദ്ദഖ ബിഅദ്ലി തംറത്തിൻ മൻ കസബ തയ്യിബ വലാ അള്ളാന്റെ റസൂലാ പറയുന്നത്, വല്ലവനോ തന്റെ പരിശുദ്ധമാക്കപ്പെട്ട സമ്പത്തിൽ നിന്ന് പലിശയല്ല, ലോട്ടറിയല്ല, കൈക്കൂലിയല്ല, വെട്ടിപ്പല്ല, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ച പൈസയല്ല, സ്ത്രീധനമല്ല, ചൂഷണത്തിന്റെ സമ്പത്തല്ല, മറിച്ച് വിയർത്തൊലിച്ച് അധ്വാനിച്ച് ഹലാലായി ഉണ്ടാക്കിയ പണത്തിൽ നിന്ന് അവൻ ചെലവഴിക്കുമ്പോൾ അതൊരു ഈത്തപ്പഴത്തിന്റെ ഒരു കാരക്കയുടെ അത്ര വലുപ്പമുള്ളതാണെങ്കിലോ അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ വിശുദ്ധമായ സമ്പത്ത് അള്ളാഹു അവന്റെ വലത് കൈ കൊണ്ട് ആ ധർമ്മം സ്വീകരിക്കുന്നതാണ്. അതിനെ അതാ അല്ലാഹു തആല പോറ്റി വളർത്തുകയാണ്. എപ്രകാരമാ പോറ്റി വളർത്തുന്നത് അറിയുമോ? നിങ്ങളിൽ ഒരാൾ തന്റെ കുതിരക്കുട്ടിയെ പോറ്റി വളർത്തുന്ന പോലെ, അറബികൾക്കിടയിലെ വലിയ സമ്പത്താണ് കുതിരയും ഒട്ടകവും. ആ കുതിരക്കുണ്ടായ കുട്ടിയെ നല്ലൊരു ആലയുണ്ടാക്കി, നല്ലൊരു ഷെഡുണ്ടാക്കി, വെയിൽ കൊള്ളാതെ തണുപ്പ് കൊള്ളാതെ അതിന്റെ മലമൂത്ര വിസർജനങ്ങളെ ഒഴുകിപ്പോയി അവിടെ ദുർഗന്ധമില്ലാത്ത നല്ല രൂപത്തില്, അതിനഴകാർന്ന രൂപത്തിൽ അതിനെ സംരക്ഷിക്കുന്ന ഒരുത്തനെ പോലെ ഒന്നുകൂടെ ഇങ്ങോട്ട് ഈ കാലഘട്ടത്തിലേക്ക് ഒരു ഉദാഹരണമായി പറഞ്ഞാൽ, ഒരു 50 ലക്ഷം രൂപയുടെ വാഹനം സഹോദര നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് കഴുകാൻ ഒരാളെ നമ്മൾ ഏൽപ്പിക്കുകയാണ്, അത് തുടച്ചു വിരിക്കാനോട് ആവശ്യപ്പെടുകയാണ്, വിലപിടിപ്പുള്ള ഒരു കാർ പോർച്ചർ അതിനു വേണ്ടി ഉണ്ടാക്കുകയാണ്. അങ്ങനെ അതിന്റെ സർവീസുകളും മറ്റുമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ പുതുമയോടുകൂടി കൂടുതൽ അഴകാർന്ന രൂപത്തിൽ കൊണ്ടു നടക്കാൻ നീ തയ്യാറാകുന്നതിനേക്കാൾ കോടിക്കണക്കിന് മടക്ക് താല്പര്യത്തോടുകൂടി നീ കൊടുത്ത ഒരു ഈത്തപ്പഴത്തിന്റെ അത്രയുള്ള സ്വതക്കയുണ്ടല്ലോ, അത് വലത് കൈ കൊണ്ട് വാങ്ങിയ പടച്ചു തമ്പുരാൻ അതിനെ വളർത്തിക്കൊണ്ടുവരുന്നതാണ്. ഹത്താ ഏതുവരെ തഖൂലു മിസ്ല ജബലി. ഇമാം ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുകയാണ്. ഒരു പർവ്വതം കണക്കെ അല്ലാഹു അതിനെ വളർത്തുകയാണ്. അതുകൊണ്ട് തന്നെ സമ്പത്ത് എന്നത് സഹോദര പിശുക്ക് കാണിച്ചുകൊണ്ട് അത് കെട്ടിപ്പൂട്ടി വെക്കേണ്ടതില്ല. ഒരുപാട് ആഭരണങ്ങൾ തന്റെ കഴുത്തിലണിയുന്ന സഹോദരി, ശരീരത്തിലണിയുന്ന സഹോദരി, ഇതൊന്നും എന്റെ ഭർത്താവ് ചോദിച്ചതല്ല, ബാപ്പ ആവശ്യപ്പെടാതെ തന്നെ കൊടുത്തതാണ്. പക്ഷേ സകാത്ത് നീ കൊടുക്കുന്നില്ല, പാവപ്പെട്ടവർക്ക് കടബാധ്യത വീട്ടാൻ കൊടുക്കുന്നില്ല, വീട് നിർമ്മാണത്തിന് കൊടുക്കുന്നില്ല. എത്രയോ സ്ഥലങ്ങളിൽ പള്ളി ആവശ്യാർത്ഥം
വരുമ്പോ കൊടുക്കുന്നില്ല. ഇതെല്ലാം നീ കെട്ടിപ്പൂട്ടി വെച്ചു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പറയുന്നു, കേട്ടോളൂ. മന്നത്താഹു മാല, അല്ലാഹു തആല ഒരാൾക്ക് സമ്പത്ത് നൽകി, എന്നിട്ട് ആ ധനത്തിൽ നിന്ന് ഫലം യുഅദ്ദി സകാത്തഹു, അതിന്റെ നിർബന്ധിതമായ സക്കാത്ത് അവർ കൊടുക്കാതിരുന്നാൽ മുസ്തില ലഹു യൗമൽ ഖിയാമത്തി ശുജാഅൻ നഖറ, പരലോകത്ത് വലിയ ഒരു സർപ്പമായി അതവന്റെ അല്ലെങ്കിൽ അവളുടെ കഴുത്തിൽ വരിഞ്ഞു മുറുക്കുന്നതാണ്. അതിന്റെ കണ്ണിനെ കുറിച്ച് ഹദീസിൽ വന്നിട്ടുണ്ട്, അതിന്റെ നാവിനെ കുറിച്ച് ഹദീസിലുണ്ട്, അത് വിടർത്തി നിൽക്കുമ്പോൾ അതിന്റെ ഫണത്തെ കുറിച്ച് ഹദീസിലുണ്ട്. അത് സഹോദരാ ഭീകരമായ രൂപമാണ്. ആ സർപ്പം ഇവന്റെ കഴുത്തിൽ മഹ്ശറയിൽ വരിഞ്ഞു മുറുകിയിട്ട് അവന്റെ കണ്ണിലും മുഖത്തും അത് ആഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ നിലവിളിക്കുകയാണ്, അട്ടഹസിക്കുകയാണ്. ആ സമയത്ത് സുമ്മയഖൂലു, ആ സർപ്പം പറയുകയാണ്, അനമലിക്കുബിനെ അനമാലുക്ക അനകൻസുക, ഞാൻ നിന്റെ ധനമാണ്, ഞാൻ നിന്റെ നിധിയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഈ സമ്പത്ത് പിശുക്കി പിടിക്കുക, ഇത് ഉണ്ടാക്കാൻ വേണ്ടി വളഞ്ഞ മാർഗങ്ങൾ ഉപയോഗിച്ച് അങ്ങനെ നിരന്തരം രാവ് മുതൽ പകൽ വരെ ഓടിയിട്ട് മക്കളെ ശ്രദ്ധിക്കാൻ ഒഴിവില്ല, വീട് ശ്രദ്ധിക്കാൻ ഒഴിവില്ല, പള്ളിയിലേക്ക് വരാൻ ഒഴിവില്ല, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഓടി കിതച്ച്. സഹോദര, ഒരു അറ്റാക്ക് വന്ന ഒരു ആക്സിഡന്റിൽ നീ മരിച്ചാൽ, മാരകമായ രോഗം ബാധിച്ച് ഇബാദത്ത് പോലും ചെയ്യാതെ അവസാന സമ്പത്ത് നഷ്ടപ്പെട്ട, ഐശ്വര്യം നഷ്ടപ്പെട്ട് നീ കിടപ്പിലായാൽ എന്താ അതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് കാര്യം? നിങ്ങൾ അറിയോ, പല ഗൾഫുകാരുടെ അവസ്ഥ ഇങ്ങനെയാണ്. പല ഗൾഫുകാരുടെ അവസ്ഥ എന്താ? ഒരു കവി വളരെ ഭംഗിയായി ആ കാര്യം പഠിപ്പിച്ചു. എന്താ പറയുന്നത്? എന്താ പറയുന്നത്? ജീവിതത്തിന്റെ പകുതിയുടെ പകുതി എങ്ങോട്ടാണെന്നറിയാതെ ഇങ്ങനെ നടക്കുകയാണ്. പഠന കാലഘട്ടം അങ്ങനെയാണല്ലോ. പല വിദ്യാർത്ഥിനികളുടേതും വാപ്പമാർ അധ്വാനിച്ചയക്കുന്ന പണം അതെങ്ങട്ടാ പോകുന്നത് എന്ന് വാപ്പാക്കറിയില്ല, അതെന്തിനൊക്കെ കൊടുക്കേണ്ടത് എന്ന് ഉമ്മാക്കറിയില്ല, എന്തിനൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് മക്കൾക്കും അറിയില്ല. അങ്ങനെ 500ഉം 1000ഉം സ്കൂൾ കുട്ടികളുടെ പോക്കറ്റിൽ വരെ, കോളേജ് കുട്ടികളുടെ പോക്കറ്റിൽ വരെ വാഹനവും അത്യാധുനിക സൗകര്യമുള്ള മൊബൈൽ ഫോണുകളും മോഡൽ വസ്ത്രങ്ങളും ധരിച്ച് എല്ലാ തോന്നിയാസങ്ങളിലും ഇടപഴകുന്ന ഒരു കാലഘട്ടം. അത് കഴിഞ്ഞാൽ പിന്നെ വാപ്പമാര് വിസ എടുത്ത് 22-23 വയസ്സ് മുതൽ പിന്നീട് ഒരു 60-55 വയസ്സ് വരെയുള്ള ശരീരത്തിലെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സമയം അല്ലേ? വാർദ്ധക്യത്തിന്റെ അവശതകളില്ലാത്ത, കൗമാരത്തിന്റെ ചാബല്യങ്ങളില്ലാത്ത, നിറഞ്ഞു തുളുമ്പുന്ന യൗവന കാലഘട്ടം. ആ കാലഘട്ടം ആകുമ്പോഴേക്കും പിന്നെ കുറെ അത്യാഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, അതിമോഹങ്ങൾ, അതിനു വേണ്ടി അങ്ങനെ ഓടുകയാണ്. കവി പറയാണ് അവസാനം, പിന്നീട് ജീവിതത്തിന്റെ ആ അവസാനത്തെ 15 കൊല്ലണ്ടല്ലോ, ഊരവേദന, കാലിന്റെ മുട്ട് തേയ്മാനം, കൊളസ്ട്രോൾ ആവശ്യത്തിന്, ഷുഗർ അങ്ങനെ തന്നെ, അതുപോലെ ഒരു ബൈപ്പാസ് കഴിഞ്ഞ് ഒരുപാട് മരുന്നുകളും രോഗിയുമായിട്ട് നീ വീട്ടിൽ വന്ന് കുറെ പേരക്കുട്ടികളുമായിട്ട് അങ്ങനെ നീ കടന്നു പോകുകയാണ്. എത്ര കുടുംബങ്ങളാണ് ഇങ്ങനെ നശിക്കുന്നത് സഹോദരാ. അതുകൊണ്ട് തന്നെ മരണപ്പെട്ട് ഖബറിൽ നിനക്ക് പ്രകാശം വേണോ? സിറാത്ത് എന്ന പാലം കിടക്കുമ്പോ രക്ഷ വേണോ? സ്വർഗത്തിന്റെ ഉന്നതമായ പടവുകൾ നിനക്ക് ചവിട്ടിക്കയറണോ? ഈ സമ്പത്തിന് നീ നല്ല രൂപത്തിൽ ഉപയോഗിച്ചു. സഹോദരങ്ങളെ, രണ്ടാമത്തെ ഭാര്യ, ആ ഭാര്യ മനുഷ്യനോട് പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ കൂടെ ഞാൻ വരാം, പക്ഷേ ഖബർ വരെ. കല്ല് മൂടി മണ്ണിട്ട് കഴിഞ്ഞാൽ പിന്നെ ഞാൻ തിരിച്ചു പോരും. ആരാ? നമ്മുടെ കണ്ണിന് കുളിർമയായ നമ്മുടെ മക്കളാണ്. ആ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അത്രേ ഈ രൂപത്തിൽ ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നത്. ഹറാമും ഹലാലും പരിഗണിക്കാതെ ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ പോയിട്ട് തന്റെ വികാര വിചാരങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ആ വാപ്പമാര് ജീവിക്കുന്നതല്ലേ സഹോദരങ്ങളെ. എന്നാൽ ഈ മക്കൾ നമ്മുടെ കൂടെ പരലോകത്ത് വരില്ല.
നമ്മുടെ കൂടെ നമുക്കൊരിക്കലും തന്നെ കൂടെ വരില്ല. അതുകൊണ്ട് തന്നെ ആ മക്കളെ എങ്ങനെ വളർത്തണം എന്നുള്ളതിനെ കുറിച്ച് ശരിക്ക് ചിന്ത നമുക്ക് വേണോ. ആ മക്കൾക്ക് എത്രയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ സൗകര്യമാണ് അവർ ഒരുക്കേണ്ടത്, അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഏതാണ്, അവരുടെ കൂട്ടുകാരികൾ ആരാണ്, അവരുടെ പുസ്തകത്തിൽ എന്തൊക്കെയാണുള്ളത്, അവരുടെ മൊബൈൽ ഫോണിൽ എത്ര ആളുകളുടെ നമ്പറാണുള്ളത്, അതേപോലെ തന്നെ അവർ കുടിക്കുന്ന പാനീയം ഏതാണ്, അവർ വലിക്കുന്നതിൽ ഏതൊക്കെ രൂപത്തിലുള്ള സംഗതികൾ അവർ വലിച്ചു കേടുവരുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി നിരന്തരമായ ഒരു കണ്ണ് നിന്റെ മക്കളുടെ മേലെ നിനക്കില്ലെങ്കിൽ എത്രയോ പത്രവാർത്ത നമ്മുടെ മുമ്പില്, എത്രയോ ദൃശ്യമാധ്യമങ്ങൾ നമ്മുടെ മുമ്പില് ഒരുപാട് ദുരന്തമായ കഥകൾ പറഞ്ഞു തരുന്നു. സഹോദരാ സഹോദരി, അതുകൊണ്ട് നീ ആലോചിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞതെന്താണ്? സന്താനങ്ങൾ നമുക്ക് കണ്ണിന് കുളിർമയാണല്ലേ. ഖുർആൻ പറഞ്ഞതെന്താണ്? അല്ലാഹുവിന്റെ ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലാ തുൽഹീകും അംവാലുക്കും വലാ ഔലാദുക്കും അൻ ദിക്രില്ലാഹ്. അല്ലാഹുവിനെ കുറിച്ച് ഓർക്കുന്ന വിഷയത്തില് നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സമ്പത്തും നിങ്ങളെ ഒന്നും തന്നെ തടസ്സപ്പെടുത്താൻ പാടില്ല. പക്ഷേ ഇന്ന് ആ മക്കൾ സ്വർഗത്തിലേക്ക് നമ്മുടെ കൂടെ വരണമെന്ന് വാപ്പ ആഗ്രഹിക്കുന്നില്ല, ഉമ്മക്ക് താല്പര്യമില്ല. അല്ലാഹുവിന്റെ ഖുർആൻ 66-ാം അധ്യായം സൂറത്ത് തഹ്രീമിന്റെ 6-ാമത്തെ സൂക്തത്തിലൂടെ പറഞ്ഞതെന്താണ്? യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, ഖു അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ, നിങ്ങളുടെ കുടുംബത്തെ നരകത്തിന് രക്ഷപ്പെടുത്തണേ. കാരണം വഖൂദുഹന്നാസ് വൽ ഹിജാറ, അവിടെ കത്തിക്കപ്പെടുന്ന ഇന്ധനം മനുഷ്യന്റെ ശരീരമാണ്. ഉണങ്ങിയ വിറകുമുട്ടികളല്ല, പെട്രോൾ എന്ന ഇന്ധനമല്ല. ആ തീജ്വാലയ്ക്ക് നിറം പകരുവാൻ, ആ തീജ്വാല ആളിക്കത്തുവാൻ, അതിന്റെ അതിശക്തമായ അതിൻ്റെതായ ദുര പുറത്തു വരാൻ അല്ലാഹു തആല ഇന്ധനമായി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ എന്താണ്? മനുഷ്യന്റെ സമ്പത്താണ്, ഈ മനുഷ്യന്റെ ശരീരമാണ്. അതുകൊണ്ട് കുടുംബസമേതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്നോടെന്ന പോലെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, മക്കൾ നമുക്കല്ലാഹു ചെയ്ത ഔദാര്യമാം നഹ്ലെന്ന സൂറത്തോതി നോക്കിത് വ്യക്തമാം കൽബിന്റെ കനിയാ മക്കളെന്ന് ഹദീസത് കാണാം. അബൂയഅ്ലാറവാഹു മുസന്നദ്, അവരില്ല എങ്കിൽ അന്ന് നിസ്സഹായനാ, നീ കേമനായ തന്നെയും ബലഹീനനാ. ചുരുക്കി പറഞ്ഞാൽ ഏതിവൻ പിടി പാടോ, തൂങ്ങുന്നതല്ലൊരു തുള്ളി രക്തത്തോടോ. മൗത്തിന്റെ ശേഷം നിന്റെ മേൽ അലിവോടെ പ്രാർത്ഥിക്കലും അവരല്ലയോ റബ്ബോട്. അവർക്കുള്ള പ്രാർത്ഥനയാ പ്രതിഫലം നിനക്കുണ്ട്. അതുകൊണ്ട് ഖബർ വിശാലമാകലും ഉണ്ട്. സ്വന്തം തനിച്ചു വിരണ്ടു മണ്ണറക്കുള്ളിലേ കിടക്കുന്ന കാലം തീർച്ചയാണ് നിന്നിലേ. വാത്സല്യമക്ക് കണ്ടടം ഒലിക്കുന്നതാ, വന്നവിടമിൽ നിന്നു ദുആയിരക്കുന്നതാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, സ്വാലിഹായ സന്താനങ്ങളുടെ പ്രാർത്ഥന അത് പടച്ച തമ്പുരാൻ നല്ല പ്രതിഫലമായി മാതാപിതാക്കൾക്ക് നൽകുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, സ്വർഗത്തിൽ ഒരു ദമ്പതികളെത്തി. ആ ദമ്പതികളെത്തിയപ്പോ അല്ലാഹു തആല തുർഫഉ ദറജ, അവർക്ക് അല്ലാഹു പദവി ഇങ്ങനെ ഏറി കൊടുക്കുകയാണ്. പദവി ഏറ്റി കൊടുത്തപ്പോ അവർ തന്നെ അത്ഭുതത്തോടു കൂടി അല്ലാഹുവിനോട് ചോദിക്കുന്ന, യ റബ്ബി അന്നാ ലിഹാദാ, എന്താ പടച്ചോനെ ഇത്രമാത്രം സ്ഥാനം ഞങ്ങൾക്ക്? ആ സമയത്ത് അല്ല പറയാണ്, ഇസ്തിഗ്ഫാരി വലദിക ലക മിൻ ബഅദിക, നിന്റെ മരണശേഷം നിന്റെ മക്കൾ നിനക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ ചോദിച്ചു. അങ്ങനെയുള്ള സന്താനങ്ങൾ നമുക്കുണ്ടോ സഹോദരാ സഹോദരി? മടക്കയാത്രയിൽ നാം നേടിയെടുക്കുന്ന ഉജ്ജ്വലമായ ഒരു സമ്പത്താണത്.
സ്വാലിഹായ സന്താനങ്ങള് ഇല്ലെങ്കിൽ ആ ഖബറിലെത്ത് മണ്ണിട്ട് മൂടിയിട്ട് തിരിച്ചു പോരുന്നതാണ്. അല്ലേ? ഒരുത്തൻ ലണ്ടനില, മറ്റോ അമേരിക്കയില, മറ്റോനോ മൂന്നാമത്തെ മകന് പിന്നെ ഡൽഹിയിൽ പഠിക്കുക, മറ്റോ അബുദാബിയിൽ 6-7 കടയുണ്ട്. ഇതൊക്കെ മക്കളുടെ പേരിൽ പെരുമ നടിക്കുന്ന പല രക്ഷിതാക്കളുണ്ട്. ഇവിടെ അത്രക്കാരുണ്ട് അർത്ഥത്തിലല്ല. ഈ മക്കളെ ഈ രൂപത്തിൽ സഹോദരങ്ങളെ ചെരുപ്പ് പോലും ഇടാൻ കഴിയാതെ ഉള്ള സമ്പത്തിൽ നിന്ന് അരി വാങ്ങിയിട്ട് തലച്ചുമടായി വിയർത്തൊലിച്ച് കിലോമീറ്ററുകളോളം നടന്നു വന്ന് പോറ്റി പഠിപ്പിച്ച് വളർത്തി ഭൗതികമായി ഉയർത്തി. മദർസ പഠനവർക്കില്ല, അറബി കോളേജില്ല, ഖുർആൻ ലേണിംഗ് ക്ലാസ്സുകളിൽ കൊണ്ടുപോയിരുത്തുന്നില്ല, എൽമിന്റെ സദസ്സിലൊന്നും കൊണ്ടുവരുന്നില്ല, ഉന്നതമായ ഭൗതിക വിദ്യാഭ്യാസം. അങ്ങനെ LKG RKG UKG മുക്കിപ്പൊരിച്ച് അവനിങ്ങനെ വലിയ ആളായി. പിന്നെ അവസാനം ചിറകൊക്കെ വെച്ചപ്പോ അവനാണ് പാറി, കുടുംബസമേതം പാറി. അത്യാവശ്യമാണ് ഇവിടെ സംരക്ഷിക്കാൻ ആളുണ്ടെങ്കിൽ മാതാപിതാക്കളെ അവരെ ഏൽപ്പിച്ചു പോണീന്ന് തെറ്റുണ്ടായിട്ടല്ല. കാവൽ പട്ടികളെ പോലെ വലിയ വീടെടുത്തിട്ട് മാതാപിതാക്കൾ അവിടെ ഇടുക, അല്ലെങ്കിൽ വൃദ്ധസദനങ്ങളെ കൊണ്ടുപോവുക, എന്നിട്ട് അവൻ പോവുക. അവസാനം സക്കറാത്തിന്റെ ഹാലില് തന്നെ പഠിപ്പിച്ച് തങ്ങളെ ആ രൂപത്തിൽ കഷ്ടപ്പെട്ട് പോറ്റിയ മക്കളുടെ മുഖമൊന്ന് കാണാൻ, അവരുടെ കൈയൊന്ന് പിടിച്ചു ചുംബിക്കാൻ ഹൃദയം വിതുമ്പുന്ന രക്ഷിതാവ് വളരെ പതുക്കെ കുടുംബത്തോട് ആവശ്യപ്പെടുകയാണ്. ഉടനെ ഫോൺ ഫ്രാൻസിലേക്ക്, ബ്രിട്ടനിലേക്ക്, അമേരിക്കയിലേക്ക്, ഡൽഹിയിലേക്ക്, ഗൾഫിലേക്കൊക്കെ മക്കളെ വാപ്പ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്താ മറുപടി എന്നറിയോ? ഭാര്യക്ക് ജോലിയാണ്, എനിക്ക് ബിസിനസ്സാണ്, മക്കൾക്ക് പരീക്ഷ പഠനമാണ്, വരാൻ ഒഴിവില്ല, കേട്ടതിൽ ദുഃഖമുണ്ട്, എന്താ ചെയ്യാ? അതുകൊണ്ട് വാപ്പാക്ക് മരുന്ന് കൊടുക്കുന്നതും വെള്ളം തൊട്ടുകൊടുക്കുന്നതും മരിച്ചിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്നതും കഫൻ ചെയ്യുന്നതും അങ്ങനെ നിസ്കരിക്കുന്നതും പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നതും മറവ് ചെയ്യുന്നതും ഒക്കെ ഒരു ക്യാമറയിൽ പിടിച്ചിട്ട് അതിന്റെ സീഡിങ്ങൾ നാട്ടുകാർ വിട്ടെന്നാലേ അതിന്റെ പൈസ നമ്മൾ നാട്ടിൽ അയച്ചരാണ്. ഇങ്ങനെ പറയുന്ന കാലം വിദൂരമല്ല. മാതാപിതാക്കളെ വൃദ്ധസദനങ്ങളിലേക്ക് കൊണ്ടുപോയി തള്ളുന്നവർ വിദ്യാഭ്യാസവും സംസ്കാരവും അതുപോലെ തന്നെ കാഴ്ചപ്പാടുമില്ലാത്തവരാ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നല്ല 4 അക്കവും 5 അക്കവും ഒക്കെ ശമ്പളം വാങ്ങുന്ന ഉന്നതരായ മക്കളാണ് നിങ്ങൾ മനസ്സിലാക്കണോ. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാനാ. മാതാപിതാക്കളോട് നന്മയുള്ളവരാകണം, മാതാപിതാക്കളോട് നന്മയുള്ളവരാകണം. കാരണം അവരാണ് സഹോദരങ്ങളെ നമ്മുടെ വലിയ സമ്പത്ത്. പ്രായമുള്ള മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ സഹോദര, സ്വഹാബിയോട് റസൂൽ പറഞ്ഞത്, നീ അവരെ പരിചരിച്ചോ, നിനക്ക് ബദറിൽ പങ്കെടുത്ത പ്രതിഫലം അവിടെയുണ്ട്. സ്വർഗത്തിന്റെ ടോക്കനാണവര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിച്ചല്ലോ, നബിയേ, ഞാൻ ഏറ്റവും കൂടുതൽ പുണ്യം ചെയ്യേണ്ടത് ആരോടാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. വീണ്ടും ചോദിച്ചു, ഞാൻ ആരോടാണ്? അടുത്ത ഉപകാരം ആരോടാണെന്നാ ചോദ്യം. വീണ്ടും പറഞ്ഞു, ഉമ്മുക്ക, നിന്റെ ഉമ്മയോട്. മൂന്നാമത്തതിനും റസൂലുള്ളാഹിന്റെ മറി ഉമ്മയോട്. 4-മതാണ് വാപ്പയോടെന്ന് പറഞ്ഞത്. ചിന്തിച്ചിട്ടുണ്ടോ സഹോദര? ഗൾഫിൽ നിന്ന് തന്റെ ഭാര്യക്കും മക്കൾക്കും അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ നെറ്റിലൂടെ നീ ഫോൺ ചെയ്തുകൊണ്ട് ചിരിക്കുമ്പോൾ നിന്റെ ഒരു ഉമ്മ എന്ന വിളി കേട്ടുകൊണ്ട് വാപ്പാ എന്ന വിളി കേൾക്കാൻ വേണ്ടിയിട്ട് പ്രായമുള്ള ഒരു ഉമ്മയും ബാപ്പയും അപ്പുറത്ത് റൂമിൽ ഹൃദയം പൊട്ടിയിരിക്കുന്നു എന്ന ബോധം നിനക്ക് വേണോ? നിന്റെ മക്കൾക്ക് വേണോ? നിന്റെ ഭാര്യക്ക് വേണോ? അത് കൊടുക്കാൻ നീ തയ്യാറുണ്ടോ? ഗർഭം ചുമന്നത് 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവൾ തന്നെയാ, പാലും കൊടുത്ത് വളർത്തലും അവളാണ്. ഇവ 3 കാര്യം വാപ്പയിൽ ഒഴിവാണ്. ഉമ്മയുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗമുള്ളത് എന്ന് അള്ളാന്റെ റസൂല് വെറുതെയല്ല മുഅ്മിനെ പറഞ്ഞത്. മാതാവ് ഗർഭം ധരിക്കുന്നത് വഹിനനല്ല ഖുർആൻ പറഞ്ഞത് വേദനയ്ക്ക് മേൽ വേദന തിന്നുകൊണ്ടാണ്. പ്രസവിക്കുമ്പോൾ മരണവേദനയ്ക്ക് തുല്യമായ അനുഭവമാണ്. പ്രസവിച്ചതിന് ശേഷം പിന്നീട് നിന്നെ പോറ്റി വളർത്തുമ്പോഴുള്ള കട്ടപ്പാട് ഭർത്താക്കന്മാരെ, പുരുഷവർഗമേ, നമുക്കറിയില്ല കേട്ടോ. ആ ഉമ്മയുടെ നെഞ്ചത്തേക്ക് നിന്റെ കൈ ഉയരാൻ പാടില്ല. നിന്റെ കാലുകൊണ്ട് ആ നെഞ്ചിൽ നീ ചവിട്ടാൻ പാടില്ല. ആ ഉമ്മയെ കരനട്ട് കുട്ടിയിട്ട് അടിക്കാൻ പാടില്ല. തള്ളേ, അടങ്ങിയവിടെ ഇരിക്കൂ, നിനക്ക് ആവശ്യമുള്ളത് നൽകുന്നില്ലേ എന്ന് കണ്ണുരുട്ടി ചോദിക്കാൻ പാടില്ല. ഫലാ തഖുൽ ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹർഹുമാ വഖുൽ ലഹുമാ ഖൗലൻ കരീമാ.
ഹേ എന്ന വാക്ക് പറയല്ല, കണ്ണുരുട്ടി പേടിപ്പിക്കല്ല, മാന്യമായ വാക്ക് നീ പറയൂ. വഖ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറക് നീ അവർക്ക് താഴ്ത്തി കൊടുക്ക്. വഖുൽ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബേ ഞങ്ങളെ ചെറുപ്പത്തിൽ കഷ്ടപ്പെട്ട് പോറ്റിയ പോലെ വിഷമം സഹിച്ച മാതാപിതാക്കൾക്ക് നാഥാ പ്രതിഫലം നൽകണേ, പുറത്തു കൊടുക്കണേ, അവരോട് കരുണ കാണിക്കണേ. ഈമാൻ കിട്ടി മരിക്കാൻ അവർക്ക് നീ തൗഫീഖ് നൽകണേ. ഖബറിന്റെ അദാബിൽ അവരെ രക്ഷപ്പെടുത്തണേ. ഉയർത്തെഴുപ്പ് നാളിൽ നാഥാ റസൂലിന്റെ കൂടെ സ്വഹാബത്തിന്റെ ഞങ്ങളുടെ കൂടെ സ്വർഗത്തിലെത്തിക്കണേ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നല്ല മക്കളുണ്ടോ സഹോദരങ്ങളെ? ഉണ്ടോ? ഉണ്ടോ? അതുകൊണ്ട് ഓരോരുത്തർ മനസ്സിലാക്കുക, മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി, അവരുടെ കോപത്തിലാണ് അല്ലാഹുവിന്റെ കോപമുള്ളത്. ചെറുപ്പത്തില് നമ്മൾ മുട്ടുകുത്തിങ്ങനെ നടക്കണ കാലത്ത് ആ കാലഘട്ടത്തിൽ നമ്മള് മുട്ടുകുത്തിയിട്ടിങ്ങനെ നടന്ന് എഴുന്നേറ്റ് സാധനങ്ങൾ പിടിച്ച് വലിച്ച് താഴെയിടുമ്പോൾ സഹോദര, നമ്മുടെ വീട്ടില് നമ്മുടെ വാപ്പ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന വിലപിടിപ്പുള്ള ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനമോ നമ്മുടെ കൈതട്ടി താഴെ വീണ് ഉടഞ്ഞു നഷ്ടപ്പെട്ടാൽ ഉമ്മ വന്ന് അടിക്കില്ല, ചീത്ത പറയില്ല. കരയുന്ന നമ്മളെ വാരിയെടുത്ത് ഉമ്മ വെച്ച് കരച്ചിൽ മാറ്റിയിട്ട് പിന്നെ കേടുവന്നത് പൊട്ടിച്ചത് അടിച്ച് വാരി അങ്ങനെ ഒരു മൂലയിലേക്ക് മാറ്റിയിടും. അപ്പൊ നമ്മൾ മോണ കാട്ടി ചിരിക്കും അടുത്ത സാധനം പൊട്ടിക്കാൻ. അപ്പൊ ആ ചുണ്ടത്തുമ്മ വെച്ചിട്ട് കൊച്ചു കള്ള ഇതൊക്കെ പൊട്ടിച്ചിട്ട് പിന്നെയും വരിയാലേ എന്ന് ചോദിച്ച് സഹോദരങ്ങളെ മുത്തം വെച്ച ആ മാതാവ് കണ്ണ് കാണാതെ കാത് കേൾക്കാൻ കഴിയാതെ ശരീരത്തിന് പിടിച്ചു നിൽക്കാൻ ആരോഗ്യമില്ലാതെ ഒരുപക്ഷെ നമ്മുടെ അവരുടെ റൂമിൽ നിന്ന് ഡൈനിങ് ഹാളിലേക്ക് വരുമ്പോൾ നമ്മുടെ വിലപിടിപ്പുള്ളൊരു 12,000 മൊബൈൽ ഫോണോ അല്ലെങ്കിൽ അവിടെ വെച്ച ലാപ്ടോപ്പോ ഒന്ന് താഴെ വീണ് ഉടഞ്ഞു പൊട്ടിയാൽ തള്ളേ കണ്ണ് കണ്ടുകൂടെ കാത് കേട്ടുകൂടെ ഭക്ഷണം നേരത്തിന് റൂമിൽ എത്തണില്ല അവിടെ അടങ്ങിയിരുന്നു കൂടെ എന്ന് ചോദിക്കുന്ന മക്കളില്ലേ? നിനക്ക് ചെറുപ്പത്തിൽ കണ്ണു കണ്ടുകൂടായിരുന്നോ? കാത് കേട്ടുകൂടായിരുന്നോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവരുടെ ശാപം ഏറ്റിക്കൊണ്ട് നീ എങ്ങാനും ഇഹലോകത്ത് ജീവിച്ചാൽ, മഹാനായ അൽഖമർ റളിയല്ലാഹുവിന്റെ അനുഭവം നീ കേട്ടിട്ടില്ലേ? മഹാനായ സ്വഹാബി ആത്മാർത്ഥമായി ഉമ്മയെ സ്നേഹിച്ചിട്ടുണ്ട്, ഇസ്ലാം പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് നാളേക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഉമ്മയുടെ മനസ്സ് വേദനിക്കുന്ന ഒരു കാര്യോ ജീവിതത്തിൽ ഒരു വേള കടന്നു വന്നു പോയി. അതേതാ? ഭാര്യ ഉമ്മ ഒരു വസ്ത്രം ചോദിച്ചു, വസ്ത്രം വാങ്ങിക്കൊടുത്തില്ല. അതേ വസ്ത്രം ഭാര്യ ചോദിച്ചു, ഭാര്യക്ക് വാങ്ങിക്കൊടുത്തു. ആ ഭാര്യക്ക് 1ാം സ്ഥാനവും അവന്റെ ഉമ്മക്ക് 2ാം സ്ഥാനവും കൊടുത്തപ്പോൾ അൽഖമർ റളിയല്ലാഹുവിന്റെ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു പോയി. ആ ഒറ്റ കാരണത്താൽ അൽഖമർ റളിയല്ലാഹുവിന് മരിക്കുമ്പോ ഷഹാദത്ത് കലിമാൻ ചെല്ലാൻ കഴിയാതെ നാവ് കുഴഞ്ഞു പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് കാര്യം അന്വേഷിച്ചപ്പോ സംഭവങ്ങൾ ഇങ്ങനെയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വിറക് ശേഖരിച്ചോളൂ, എന്നിട്ടത് തീ കത്തിച്ചോളൂ. ഉമ്മ ചോദിക്കുന്നു, എന്തിനാണ്? പച്ചക്ക് നിങ്ങളുടെ മകനെ അതിലിട്ട് കരിച്ചു കളയാനാണ് ഞാൻ പോകുന്നത്. എന്റെ മകനെ ഉപദ്രവിക്കാൻ അങ്ങനെ ചെയ്യാൻ ഞാൻ അനുവദിക്കില്ല നബിയേ. എങ്കിൽ പൊരുത്തപ്പെട്ടു കൊടുക്കൂ ഉമ്മ. ഉമ്മ പ്രാർത്ഥിക്കുന്നു, അല്ല പൊരുത്തപ്പെടുന്നു. ഷഹാദത്ത് കലിമ ചൊല്ലി അൽഖമർ റളിയല്ലാഹു അൻഹു വഫാത്താകുന്നു. അതുകൊണ്ട് സഹോദരാ, ഈ കാര്യങ്ങൾ ഒന്നല്ല ഒരുപാട് പറയേണ്ടതുണ്ട്. മാതാപിതാക്കളോടുള്ള കടമകളും കടപ്പാടുകളും മറ്റൊരു വിഷയമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ പള്ളിയിൽ ഇതുപോലെ ഓരോ വിഷയങ്ങൾ ഓരോരുത്തരെ കൊണ്ടുവന്ന് കൃത്യമായി ആഴ്ചയിലോ മാസത്തിലോ 2 തവണയോ ആയി കൃത്യമായി നമുക്കും പൊതുജനങ്ങൾക്കും കേൾപ്പിച്ചു കൊടുക്കണം. സഹോദര, മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തിന് ഭാരമല്ല, ഈ പ്രസ്ഥാന സമൂഹത്തിന് കുഴപ്പമല്ല. ഇസ്ലാമിന്റെ സുന്ദരമായ അടിസ്ഥാനപരമായ തൗഹീദ് മുതൽ തുടങ്ങി ഇസ്ലാമിലെ ഏറ്റവും ചെറിയ ലളിതമായ ചര്യകൾ വരെ കൃത്യമായി പറയുകയും പ്രാവർത്തികമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും അത് ജനസമൂഹത്തിൽ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തെയാണോ നിങ്ങൾ വിമർശിക്കുന്നത്? നിങ്ങളുടെ മുസ്ലിയാക്കന്മാരുടെ ഈ അബദ്ധജടിലമായ വാദം കേട്ടുകൊണ്ട് നിങ്ങൾ തള്ളുന്നത് നഷ്ടമാണെന്നേ പറയാനുള്ളൂ. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ, 2ാമത്തെ ഭാര്യ, ആ ഭാര്യയാവുന്ന മക്കൾ പറഞ്ഞെന്താ? ഭൗതികമായി വളർത്തിയാണെങ്കിൽ വരൂല, അല്ലേ? തിരിച്ചു പോരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഈ മനുഷ്യൻ മരണപ്പെടുന്നതിന് മുമ്പ് 1ാമത്തെ ഭാര്യ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, ഞാനാ നിങ്ങളുടെ കൂടെ പോരാനുള്ളത്. ഭൗതികമായ അദ്ദേഹത്തിന്റെ ശരീരമല്ല,
അദ്ദേഹം ദുനിയാവിന് വേണ്ടി ഉണ്ടാക്കിയ സമ്പത്തല്ല, ദുനിയാവിന് വേണ്ടി വളർത്തിയ മക്കളല്ല. അവസാനം അവൻ അണ്ണന്റെ കൂടെ അവളുടെ കൂടെ പോരാനുള്ളത് ആരാ? ഒന്നാമത്തെ ഭാര്യ. അതാരാണ്? അതാണ് നമ്മുടെ ആത്മാവ്. നമ്മുടെ ആത്മാവ് പടച്ച തമ്പുരാൻ പണയ വസ്തുവായി നമുക്ക് തന്ന ഈ ആത്മാവ്. ഈ ആത്മാവ് അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലതീ ലം തമുത് ഫീ മനാമിഹാ. ഉറക്കവേളയിൽ അല്ലാഹുവാണ് ആത്മാവിനെ ഊരിയെടുക്കുന്നത്, അല്ലാത്തവയെ മരണവേളയിലും ഊരിയെടുക്കുന്നു. മരണത്തോടുകൂടി തിരിച്ചു വരൂല. ആ ആത്മാവാണ് റബ്ബിന്റെ സന്നിധിയിലേക്ക് വരുന്നത്. അത് ഖബറിൽ നിന്ന് പുതിയ ഒരു ശരീരവുമായി എഴുന്നേറ്റ് വരുന്ന രംഗമുണ്ട്. ആ സമയത്ത് സഹോദരങ്ങളെ, വനഫിഖ ഫിസ്സൂർ ഫഫസിഅ മൻ ഫിസ്സമാവാതി വമൻ ഫിൽ അർളി ഇല്ലാ മൻ ശാ അല്ലാഹ്. കാഹളത്തിൽ ഊതപ്പെട്ടിട്ട് ഭൂമിയും ആകാശവും തകർന്ന് തരിപ്പണമായിട്ട് പിന്നീട് 40 വർഷത്തിന് ശേഷം രണ്ടാമത് സുമ്മ യുർസിലുല്ലാഹു യൻസിലുല്ലാഹു മത്തുറാ, അല്ലാഹു ഭൂമിയിലേക്ക് ഒരു മഴ വർഷിപ്പിക്കുകയാണ്. അതിൽ നിന്ന് ചെടികൾ മുളച്ചു വരുന്ന പോലെ സഹോദരാ, നാം എവിടെയാണോ മറവ് ചെയ്യപ്പെട്ടത് ആ പ്രദേശത്ത് നിന്ന് ഏത് പ്രായത്തിലാണോ മരിച്ചത് ആ പ്രായത്തിൽ നമ്മൾ ഖബറിൽ നിന്ന് തലയിൽ നിന്ന് പൊടി തട്ടിക്കൊണ്ട് പുതിയൊരു ശരീരവുമായി എഴുന്നേറ്റ് വരും കേട്ടോ. അതാണ് ഖുർആൻ പറഞ്ഞത്, അതാണ് ഹദീസുകളിൽ കാണുന്നത്. അതിനെക്കുറിച്ച് നിങ്ങൾ വയലുകളിൽ കേട്ടിട്ടില്ലേ? യൗമയദു ആദമു വഅംബിയാ നഫ്സി 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 നഫ്സിയാ വയൗമയദു ഖൈറ ഖൽഖി അംബിയാ ഉമ്മതിയ ഉമ്മതിയ ഉമ്മതി. ഓരോരുത്തരും അവരുടെ ശരീരത്തെ കുറിച്ച് ആലോചിച്ച് ഓടുകയാണ്. അമ്പിയാക്കന്മാര് പോലും അങ്ങനെയാണ് ഓടുന്നത്. അങ്ങനെ സഹോദരങ്ങളെ, ഒരു ജാണ് സൂര്യന്റെ ചുവട്ടിലേക്ക് നഗ്നരായിക്കൊണ്ട് പാദരക്ഷയില്ലാതെ വസ്ത്രം ധരിക്കാതെ വന്നു നിൽക്കുമ്പോൾ അവിടെ സഹോദരങ്ങളെ വലത് കയ്യിൽ ഗന്ധം കിട്ടേണ്ടതില്ലേ നമുക്ക്? നമ്മുടെ ഹാസിബ് ഹിസാബ യസീറ, ലളിതമായ വിചാരണയാകേണ്ടതില്ലേ നമുക്ക്? സിറാത്ത് എന്ന പാലത്തിലൂടെ കടക്കണ്ടേ? അർശിന്റെ തണൽ നമുക്ക് വേണ്ടേ? അതുപോലെ റസൂലിന്റെ ശഫാഅത്ത് വേണ്ടേ? ഖുർആനിന്റെ റമദാനിന്റെ ശുപാർശ വേണ്ടേ? വേണോ? അതിന് ഇസ്ലാം പഠിപ്പിച്ച സുന്ദരമായ വിശ്വാസകർമ്മ ആചാരാനുഷ്ഠാനങ്ങൾ ഖുർആനിന്റെ സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ നാം കൃത്യമായി ജീവിതത്തിൽ കൊണ്ടുപോവുക. മാലകളും മൗലിദുകളും മുസ്ലിയാക്കന്മാര് പറയുന്ന കള്ളക്കഥകളും കേട്ട് പരലോകത്തേക്ക് വേണ്ടി ഒരുങ്ങേണ്ടതില്ല. ഇവിടുത്തെ ഖുറാഫാത്തുകളിൽ നിന്ന് പങ്കെടുത്ത് വഹാബി വിരോധവുമായി ജീവിച്ചാൽ രക്ഷപ്പെടുമെന്ന ഈ വ്യാജമായ വിശ്വാസത്തിൽ നിന്ന്, ഈ നുണക്കഥകളിൽ നിന്ന് മാറുക. ഇല്ലെങ്കിൽ സഹോദര, പരലോകത്തേക്ക് വരുമ്പോൾ തന്നെ നീ വെപ്രാളപ്പെടുകയാണ്. ആരാണെന്നെ ഉറക്കത്തിൽ എഴുന്നേൽപ്പിച്ചത് നീ ചോദിക്കുകയാണ്. ഇഖ്റ കിതാബ കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഗ്രന്ഥം അവന്റെ കൈകളിലേക്ക് വെച്ചിട്ട് അല്ലാഹുവിന്റെ മറുപടി എന്താണ്? വായിക്കണോ, വിചാരണ ചെയ്യണോ സ്വയമായിട്ട്? നിന്നെ വിചാരണ ചെയ്യാൻ വേറെ സംവിധാനം വേണ്ട. നിന്റെ കർമ്മരേഖകൾ ചേർത്തപ്പെട്ട മലക്കൾ എഴുതപ്പെട്ട രേഖ മതി എന്നാണ്. അത് വാങ്ങിക്കൊണ്ടവൻ അണ്ണാക്കിലേക്ക് കൈകൾ തിരികെ കടിക്കുകയാണ്. മാലി ഹാദൽ കിതാബ്, ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാ. ചെറുതും വലുതുമായ ഒന്നും നാദാ ഇതിൽ വിട്ടുപോയിട്ടില്ലല്ലോ. ഉടനെ പിടിക്കടോ, ബന്ധിക്കടോ, സുമ്മൽ ജഹീമ സൊല്ലു, നരകത്തിലേക്ക് അവനെ വലിച്ചെറി എന്ന് പറയും. മലക്കുകൾ നാക്കാലികളെ ചന്തയിലേക്ക് തെളിക്കുന്ന പോലെ അടിച്ച് നരകാഗ്നിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകും. അതിന്റെ കവാടത്തിലെത്തുമ്പോൾ ആ മലക്കുകൾ ചോദിക്കുകയാണ്, അലം യഅതികും നദീർ, താക്കീതുകാർ വന്നിരുന്നില്ലേ? മടക്ക യാത്രക്കൊരുങ്ങുക എന്ന വിഷയം എടോ നീ പറഞ്ഞിരുന്നില്ലേ, കേട്ടിരുന്നില്ലേ? സമുദായമേ, ഇതറിയിക്കാൻ ബോക്സും സംവിധാനങ്ങളും ഈ നാട്ടിലുണ്ടായിരുന്നില്ലേ? അതേ, ആ സമയത്ത് അവർ മലക്കുകൾ പറയാണ് മലക്കുകളോട് അവർ പറയാണ്, കേട്ടു, പക്ഷേ ഞങ്ങൾ നിഷേധിച്ചു, അങ്ങനെ ഞങ്ങൾ തള്ളിക്കളഞ്ഞു. പക്ഷേ രക്ഷയില്ല, നരകത്തിൽ പോയി വീഴുകയാണ്, അവിടെ വെച്ച് വിലപിക്കുകയാണ്. വഖാലു, അവർ പറയുന്നു, ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. ഞങ്ങൾ അല്ലാഹു നൽകിയ ബുദ്ധി കൊണ്ട് ചിന്തിച്ചിരുന്നെങ്കിൽ ഈ നരകത്തിൽ അകപ്പെടുമായിരുന്നില്ലല്ലോ. സഹോദരങ്ങളെ, അതുകൊണ്ട് കത്തിജ്വലിക്കുന്ന നരകാഗ്നിയെ ഭയപ്പെട്ട് ആ വിഷയത്തെ ശരിക്ക് പഠിച്ച് പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിനെ കൃത്യമായി സ്വീകരിച്ച്
എല്ലാ നിഷിദ്ധമായതിൽ നിന്ന് വിട്ടുനിന്ന് ഖുർആനും സുന്നത്തും പറഞ്ഞ സൽക്രമങ്ങൾ ജീവിതത്തിൽ സ്വരൂപിച്ച് വിശാലമായ സ്വർഗത്തിന് വേണ്ടി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഒരുപാട് പണ്ഡിതന്മാർ മാരകമായ രോഗം ബാധിച്ചും വളരെയധികം സാമ്പത്തികവും മാനസികവും ശാരീരികമായ പ്രതിസന്ധിയിലാണ്. എൻ്റെ സഹോദരൻ ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിലെയും പൊതുജനങ്ങളും എല്ലാം ആദരിക്കുന്ന സ്നേഹിക്കുന്ന പിന്നെ ബാലുശ്ശേരി എന്ന മുജാഹിദ് ബാലുശ്ശേരി എന്ന സുഹൃത്ത്, ഇതുപോലെ തന്നെ തുടങ്ങിയ ഒരുപാട് ആളുകൾ രോഗം ബാധിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആത്മാർത്ഥമായി നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ശബ്ദം ഇനിയും മുഴങ്ങാൻ, സമൂഹത്തിന് ഉപകാരപ്രദമാകാൻ, അവരുടെ പരലോകം രക്ഷപ്പെടാൻ, എല്ലാവരും നരകത്തിൽ രക്ഷപ്പെടാൻ പ്രാർത്ഥിക്കണമെന്ന് ആത്മാർത്ഥമായി എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തിന് വേണ്ടി, നമ്മുടെ സഹോദരന് വേണ്ടി വസിയത്ത് ചെയ്യുകയാണ്. ഞങ്ങൾക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും നേടിയ അറിവ് കൊണ്ടും ഈ ദീനിനെ സഹായിക്കുന്ന ആളുകളെ നാഥ അർഹമായ പ്രതിഫലം നൽകി നീ ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ പിന്നെ സ്വീകരിക്കണേ തമ്പുരാനെ. അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളിലും കുടുങ്ങുകയും മുസ്ലിയാക്കന്മാരുടെ നുണപ്രചരണത്തിൽ കുടുങ്ങുകയും ചെയ്ത് ഈ മഹത്തായ ആദർശത്തെ വലിച്ചെറിഞ്ഞ, ഇതിനെ തള്ളിക്കളഞ്ഞ ഞങ്ങളെ തെറ്റിദ്ധരിച്ച ആളുകൾക്ക് നാഥ ഹിദായത്ത് നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ സംസാരം ജനഹൃദയങ്ങളിൽ സ്വാധീനമുണ്ടാക്കി തന്നെ തമ്പുരാനെ. നാളെ ഇൻഷാ അല്ലാഹ് ഇതുപോലെ തന്നെ സമസ്തക്കാരോട് സ്നേഹപൂർവ്വം എന്ന വിഷയം അവതരിപ്പിച്ചുകൊണ്ട് ബഹുമാനനായ അനസ് മൗലവിയുടെ സംസാരം ഇതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് ഉണർത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅസ്തഗ്ഫിറുൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് ഇന്നഹു അൽ ഗഫൂറുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.